പ്രത്യേക നിബന്ധനയുണ്ട്. 28% കൂടുതലാണെങ്കിൽ നമുക്ക് പുതിയ അതായത് 16th ഫിനാൻസ് കമ്മീഷൻ നമുക്ക് ലഭിക്കില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുപോലെ തന്നെ 16ാം ധനകാര്യ കമ്മീഷന്റെ 4ാം വർഷം മുതൽ 15th ഫിനാൻസ് കമ്മീഷന്റെ ഒരു പൈസ പോലും ബാലൻസ് ഉണ്ടാകരുത്. അത് വളരെ നിർബന്ധമാണ്. അതുപോലെ 2ാം ഗഡു, അതായത് അടുത്ത ഗഡു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ OSR സമർത്ഥ പോർട്ടലും അതുപോലെ നമ്മുടെ പോർട്ടൽ വഴിയും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അത് നമ്മുടെ നമുക്ക് ഫണ്ട് ലഭിക്കാനുള്ള യോഗ്യത വിലയിരുത്തി മാത്രമേ അതിന് ശുപാർശ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതിന് മാറ്റം വരുത്താനുള്ള അധികാരമുള്ളത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് മാത്രമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ നമുക്ക് ഒരു കാര്യമുണ്ട്, 15th ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ശേഷിക്കുന്ന തുകയുടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഈ നമ്മുടെ ഈ സെഷൻ്റെ ലാസ്റ്റ് നമുക്കത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒക്കെ അടുത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം പ്രവർത്തനങ്ങൾ മുമ്പ് നമ്മളുടെ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളോട് തന്നെ നമ്മൾ കുറേ പഞ്ചായത്തുകൾ ചെയ്ത് കഴിഞ്ഞാണ് നമ്മുടെ ജനകീയാസൂത്രണ പ്രക്രിയ പൂർണ്ണമായിട്ടും ചെയ്യുകയും നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മുടെ ഓൾറെഡി എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്നെ പ്രസിഡന്റുമാർക്കുള്ള ഒരു വളരെ വലിയൊരു ഉത്തരവാദിത്വം ധനകാര്യ കമ്മീഷൻ രാജ്യമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നതിനും മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിനും അതിനുള്ള ഫെസിലിറ്റർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായാലും ഈ നിർവഹണ ഉദ്യോഗസ്ഥരെ അതിനകത്ത് പങ്കെടുപ്പിക്കുന്ന കാര്യത്തിലും റെപ്രസെൻറ്റേറ്റീവ്സിന് ഒരുപാട് പങ്കുകളുണ്ട്. നിർബന്ധമായിട്ട് നമ്മൾ ഈ ഗ്രാമസഭകളോടൊപ്പം തന്നെ മഹിളാ ഗ്രാമസഭയും അതുപോലെ തന്നെ ബാലസഭയും നമ്മൾ കൃത്യമായിട്ടും കൂടും. മഹിളാ സഭയും ബാലസഭയും കൂടിയാലും പഞ്ചായത്തുകൾ എന്ത് ചെയ്യില്ല, ഈ GPDP പോർട്ടലിൽ അത് കൂടിയതായിട്ട് രേഖപ്പെടുത്തില്ല. അതാണ് സാർ നേരത്തെ പറഞ്ഞത്, 38% പഞ്ചായത്തുകൾ മാത്രമേ, 100-ൽ 38 പഞ്ചായത്ത് മാത്രമേ ഇങ്ങനെ നടത്തിയിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വീഴ്ചയാണ്. ഇങ്ങനെ ഓരോ പോർട്ടലിലും ഈ ഡാറ്റ എൻട്രി നടത്തുമ്പോൾ ആ ഡാറ്റ എൻട്രി നടത്തുന്നതിന്മേൽ ഒരു സൂപ്പർവിഷനും ഇപ്പോൾ ഇല്ല. ആ സൂപ്പർവിഷൻ്റെ ഒരു കുറവാണ് നമ്മുടെ പല കാര്യങ്ങളിലും നമ്മുടെ പഞ്ചായത്തുകൾക്ക് മാത്രമല്ല നമ്മുടെ സ്റ്റേറ്റിന് തന്നെ പിന്നാക്കം പോകാനുള്ള പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 16th ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഡാറ്റ വേണം. നമ്മുടെ പഞ്ചായത്തിന് ഏതെല്ലാം മേഖലകളിലാണ് ഇപ്പോൾ കുറവുകളുള്ളത്, ഏതൊക്കെ കുറവുകളാണ് പരിഹരിക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ച ഒരു ഡാറ്റ, ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് നമുക്കുണ്ട്. നമുക്ക് അല്ലാതെ തന്നെ നമ്മുടെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇഗ്രാം സ്വരാജ് ബന്ധപ്പെട്ട ഒരു ഇത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് PA എന്ന് പറയുന്നത്, പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ ഇപ്പൊ PA 2.0 ആണ്. ആ 2.0 അതായത് 23-24 അടിസ്ഥാനമാക്കിയിട്ടുള്ള 2.0 PA 2.0 ഇപ്പോൾ കുറേ ഡേറ്റ ഉണ്ട്. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളുടെയും ഡേറ്റ ഉണ്ട്. അതിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, ഏറ്റവും കുറഞ്ഞ മാർക്കുള്ളത്, ഗ്രേഡുള്ള തീമുകൾ അല്ലെങ്കിൽ പിന്നെ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് കണ്ടെത്തുകയും ആ ഇൻഡിക്കേറ്റേഴ്സിന് കൂടുതൽ മാർക്ക് അടുത്ത പ്രാവശ്യം ലഭിക്കുന്നതിന് ഏത് തരത്തിലുള്ള ആക്ടിവിറ്റികൾ എടുക്കണം എന്നുള്ളത് സംബന്ധിച്ച ചർച്ച നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് തീമാറ്റിക് ആക്ഷൻ പ്ലാൻ 9 തീമുകളാണ് നമുക്കുള്ളത്. ഈ 9 തീമിനെ ബേസ് ചെയ്തിട്ടുള്ള തീമാറ്റിക് ആക്ഷൻ പ്ലാനാണ് നമുക്ക് ഈ 26-27 നമ്മൾ ചെയ്യേണ്ടത്. ഈ തീമാറ്റിക് ആക്ഷൻ പ്ലാനോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് മറ്റ് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി നടത്തി വരുന്ന മറ്റ് സെൻട്രൽ സ്കീമുകളുടെ പ്രവർത്തനങ്ങളുടെ ചെലവ് വിവരങ്ങൾ നമ്മൾ ചേർക്കണം. അത് ഫ്ലാഗ്ഷിപ്പ് സ്കീമുകളുടെ ഫ്ലാഗ്ഷിപ്പ് സ്കീമുകളുടെ വിവരങ്ങൾ, ചെലവ് വിവരങ്ങൾ കൂടി ഇതിനകത്ത് ചേർക്കേണ്ടത്. ഇത്രയാണ് നമ്മുടെ PPCയോട് ബന്ധപ്പെട്ട്. അത് 2026-25 GPDPയുടെ PPC നടത്തപ്പെടുന്നത് 2025-26. അതുകൊണ്ടാണ് GPDP ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ വർഷം സെലക്ട് ചെയ്യേണ്ടത് 25-26. അപ്പോൾ പഞ്ചായത്ത് ആയിരുന്നാലും GPDP ആയിരുന്നാലും PPC എന്ന് പറയുന്നത് 25-26. 3 വർഷമാണ് നമ്മൾ തലേ വർഷം ഒരു വർഷത്തിന്റെ പ്ലാനിന് തയ്യാറെടുപ്പ്
നടത്തുന്ന അതിലെ തലേവർഷമാണ്. അപ്പോൾ PPC 25-26-27 GPDP പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനോടകം നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ പൂർത്തിയാക്കണം. ഇനി 26-27 വർഷത്തേക്ക് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിന്റെ അതായത് ആ ഗ്യാപ്സ് മറികടക്കുന്നതിന് ഏതെല്ലാം ആക്ടിവിറ്റികൾ എടുക്കണം എന്നുള്ളത് ചർച്ച നടത്തുകയും അതിനു വേണ്ടിയുള്ള ഒരു തീമോ അല്ലെങ്കിൽ ഒന്നിലധികം തീം, 2 തീം, മാക്സിമം 2 തീം നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയുള്ള ആ തീമിനെ അല്ലെങ്കിൽ 2 തീമിനെ വിളിച്ച് ചേർത്ത് വിളിക്കുന്നവര് സെലക്ട് ചെയ്യുന്ന ആ പ്രയോറിറ്റൈസ് ചെയ്യുന്ന തീമിനെ വിളിക്കുന്നവര് സങ്കല്പ തീം എന്നാണ്. അങ്ങനെയുള്ള ഒരു സങ്കല്പ തീം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്രാമസഭ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആണ് ഈ പഞ്ചായത്ത് നിർണയ ആപ്പ് വഴി നമ്മൾ ചെയ്യുന്നത്. അത് പഞ്ചായത്ത് നിർണയ ആപ്പ് വഴി നമ്മൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് അതിൻ്റെ റിയൽ ടൈമായിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതിൽ നമ്മൾ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വീഡിയോസ് നമ്മൾ അത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മറ്റൊരു പോർട്ടലിലേക്ക് പോകും. സഭാസാർ എന്ന് പറയുന്ന മറ്റൊരു പോർട്ടലിലേക്ക് പോവുകയും ആ പോർട്ടൽ വഴി വോയിസ് ട്രാൻസ്ലേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും, AI ട്രാൻസ്ലേഷൻ വഴി നമുക്ക് ആ പ്രസംഗത്തിൻ്റെ ഒരു റെസൊല്യൂഷനായിട്ട് നമുക്ക് തരും, ഒരു മിനിറ്റ്സ് ഓൺ മീറ്റിംഗ് ആയിട്ട് നമുക്ക് തരും. ആ മിനിറ്റ്സ് ഓൺ മീറ്റിംഗ് വേണം നമുക്ക് പഞ്ചായത്ത് നിർണയ ആപ്പ് വഴി നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ 26-27 പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഗൗരവമായി സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല ഒരു വീഡിയോ, 5 മിനിറ്റുള്ള ഒരു വീഡിയോ വേണം അപ്ലോഡ് ചെയ്യാൻ. മിക്കവാറും നമ്മളെ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ധനകാര്യ കമ്മീഷനുമല്ല നമ്മുടെ പ്ലാനുമല്ല ഒരു ബന്ധവും ഇല്ലാത്ത എന്തെങ്കിലും കാര്യമായിരിക്കും ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. അത് ഉണ്ടാകരുത്. അത് ആർക്കാണെങ്കിലും ആകാം, പ്രസിഡന്റ് ആകാം, വൈസ് പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർ ആരും ആയിക്കോട്ടെ. നമ്മുടെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട അതായത് 26-27 പ്ലാനിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ച വിവരിക്കുന്ന ഒരു വീഡിയോ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. അത് സഭാസാർ വഴി AI ട്രാൻസ്ലേഷൻ വഴി എന്ത് ചെയ്യും, അതിനൊരു മോം അതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ മോം വേണം നമുക്ക് സഭാസാർ എന്ന് പറഞ്ഞ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ആസൂത്രണ നടപടികൾ ആ പറഞ്ഞ പഞ്ചായത്ത് നിർണയ പോർട്ടലിൽ ഈ തീം പ്രയോറിറ്റൈസേഷൻ നടത്തി തീമിൽ ഏതൊക്കെ ആക്ടിവിറ്റികൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമായി ഒരു വികസന പ്ലാൻ നമ്മൾ തയ്യാറാക്കും. അങ്ങനെ ആ വികസന പ്ലാനിനെ ആക്കുന്നതിന് അത് അംഗീകരിക്കുന്നതിന് വേണ്ടി രണ്ടാമത് ഒരു മീറ്റിംഗ് കൂടി നമ്മൾ നടത്തണം. അത്തരത്തിൽ നടത്തുന്ന ആ മീറ്റിംഗ് എന്ന് പറയുന്ന മറ്റൊരു പോർട്ടൽ വഴിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് gpdp.nic.in എന്ന് പറയുന്ന മറ്റൊരു പോർട്ടൽ വഴിയാണ്. അതിൽ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ്, ആ ഗ്രാമസഭയോട്ട് ബന്ധപ്പെട്ട് എത്ര പേർ പങ്കെടുത്തു, ഏതെല്ലാം നിർവഹണോദ്യോഗസ്ഥർ പങ്കെടുത്തു, ആ നിർവഹണോദ്യോഗസ്ഥരുടെ വിവരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യണം. അതിൽ പങ്കെടുത്ത ഓരോ മൊത്തം അംഗങ്ങളുടെ എണ്ണം, SC ST, അതുപോലെ പിന്നെ SD നമ്മുടെ എന്താണ് സ്വയം സഹായ സംഘങ്ങൾ എത്ര പേർ പങ്കെടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും GPDP പോർട്ടൽ വഴി വേണം എൻ്റർ ചെയ്യാൻ. അതിനെ ഫെസിലിറ്റേറ്റർ ഫീഡ്ബാക്ക് എന്നാണ് വിളിക്കുന്നത്. അതിനുവേണ്ടി ഈ പറയുന്ന പിന്നെ ഗ്രാമസഭ അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തിപ്പിന് വേണ്ടി നമ്മളൊരു ഫെസിലിറ്റേറ്ററിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ആ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥനാകാം, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ള RPO ആകാം. അത് പഞ്ചായത്തിന് തീരുമാനിക്കാം ഫെസിലിറ്റേറ്റർ ആരായി. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും അദ്ദേഹത്തിൻ്റെ മെയിൽ ID ഉപയോഗിച്ചായിരിക്കും യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന. ആ യൂസർ മുഖേന എന്ത് ചെയ്യും, ഈ പറയുന്ന പഞ്ചായത്ത് നിർണയ പോർട്ടലിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുകയും അത് അതിൻ്റെ പഞ്ചായത്ത് നിർണയ GPDP പോർട്ടലിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുകയും ആ ഷെഡ്യൂൾ ചെയ്ത ദിവസത്തെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഈ സഭയും അതുപോലെ തന്നെ ബാലസഭയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അപ്ലോഡ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് പല പഞ്ചായത്തുകളും വിട്ടുപോയിട്ടുണ്ട്. GPDP പോർട്ടലിൽ കൊടുക്കുന്ന ഡേറ്റ ധാരാളം പോർട്ടലുകളിലേക്ക് ഫെച്ച് ചെയ്ത് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് PI മാത്രമല്ല, നമ്മുടെ തന്നെ ഇഗ്രാസനേജ് പോർട്ടൽ ഈ വർഷത്തെ പ്ലാൻ അപ്രൂവ് ചെയ്യണമെങ്കിൽ GPDP കൊടുക്കുന്ന ഡേറ്റ കൃത്യമായിരിക്കണം. അതിനകത്ത് കോറം ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. കോറം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് yes കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്ലാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടെ പിന്നെ നമുക്ക് 26-27 കിട്ടുന്ന ഫണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദിക്കുന്നുണ്ട്. അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കണം. കൃത്യമായിട്ട് അത് ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യണം.
മംഗളസഭയുടെ അതുപോലെ ബാലസഭയുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യും. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യം ടീം പ്രയോറിറ്റൈസ് ചെയ്തു, അത് കഴിഞ്ഞ് അന്തിമമാക്കി, അത് അംഗീകരിച്ചു. ഇനി ആ പ്ലാനിനെ നമ്മൾ ഇ സ്വരാജ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് പഞ്ചായത്ത് ധനാരി ഇ സ്വരാജ് പോർട്ടലിലെ പ്രൊഫൈലുകളുണ്ട്, പ്രൊഫൈലുണ്ട്. നമുക്കറിയാം യൂസർ പ്രൊഫൈലുണ്ട്, അതിൽ അഡ്മിനുണ്ട്, മേക്കറുണ്ട്, ചെക്കറുണ്ട്, എല്ലാ പ്രൊഫൈലുകളും അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിലെ ബേസിക് പ്രൊഫൈലുണ്ട്, ജനറൽ പ്രൊഫൈലുണ്ട്. ഈ പ്രൊഫൈലുകളിലെല്ലാം കൊടുക്കുന്ന വിവരങ്ങൾ നമ്മുടെ ഇ സ്വരാജ് പോർട്ടലിൽ കൊടുക്കുന്ന വിവരങ്ങൾ മിക്ക പോർട്ടലുകളിലേക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ അടിസ്ഥാന വിവരമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അത്രമാത്രം കൃത്യമുള്ളതും ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്തിൻ്റെ ഒരു സൂപ്പർവിഷൻ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ആ ഡേറ്റ തന്നെയാണ് ഇ സ്വരാജ് പോർട്ടലിലെ ഡേറ്റ തന്നെയാണ് ഇപ്പോൾ PIA-യിലേക്കായാലും ഓട്ടോ പോർട്ടഡായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ കൃത്യതയും ഉറപ്പുവരുത്തണം. ഓക്കെ, അത് കഴിഞ്ഞാൽ റിസോഴ്സ് എൻവലപ്പിൻ്റെ കാര്യമാണ്. റിസോഴ്സ് എൻവലപ്പിൽ ഇ സ്വരാജ് പോർട്ടലിലെ റിസോഴ്സ് എൻവലപ്പ് ചേർക്കുമ്പോൾ അവിടെ OSR നിർബന്ധമാണ്. OSR എത്ര ചേർക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ GPDP-യുടെ ക്വാളിറ്റി ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത്തരത്തിൽ ക്വാളിറ്റി അനലൈസ് ചെയ്ത് നിശ്ചിത മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ അത് അപ്ലോഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ വർഷം മുതലുള്ള പുതിയ ഒരു മാറ്റമാണ്. അപ്പോൾ ക്വാളിറ്റി GPDP ആയിരിക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന OSR-ഉം അതുപോലെ അതിനെ ധനാരി കമ്മീഷൻ എത്ര ഗ്രാൻഡ് ഉണ്ടോ ആ ധനാരി കമ്മീഷൻ ഗ്രാൻഡുമായിട്ടുള്ള എത്ര പെർസെൻറ്റേജ് നമ്മൾ വെക്കുന്നുണ്ട്, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു മാർക്കുണ്ട്. ആ മാർക്കും നമുക്ക് ക്വാളിറ്റി GPDP-യെ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എത്ര SFC ഉപയോഗിക്കുന്നു, നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ്, നമ്മുടെ ഡെവലപ്മെൻറ്റ് ഫണ്ട്, മെയിൻ്റെനൻസ് ഗ്രാൻറ്റും മുതലായവ ഇതിലേക്ക് ചേർക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് അത് നമുക്ക് പറയാം. ഇനി പിന്നെ പഞ്ചായത്തുമായിട്ട് ഇത് ധനകാര്യ കമ്മീഷൻ്റെ 60th ഫിനാൻസ് കമ്മീഷൻ്റെ ഈ പറഞ്ഞ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മാൻഡേറ്ററി വാലിഡേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോർട്ടലിലെ പ്രൊഫൈൽ, ഇ സ്വരാജ് പോർട്ടലിൻ്റെ പ്രൊഫൈൽ, ഈ പ്രൊഫൈല് കൃത്യമായിട്ട് പരിശോധിച്ച് തന്നെ അത് അപ്രൂവ് ചെയ്യണം. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് ഈ പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ വിളിച്ചു പറയും, ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയും പ്രൊഫൈൽ ഒന്ന് അപ്രൂവ് ചെയ്യാൻ പറയും, അപ്രൂവ് ചെയ്യും, തീർന്നു. അതിൽ പരിശോധന നടക്കുന്നില്ല. ഇത് നമ്മുടെ സ്റ്റേറ്റിലെ ബ്ലോക്കിന് അത്രമാത്രം പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ബ്ലോക്കിന് കുറച്ചുകൂടി കുറച്ചുകൂടെ വില ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ കൃത്യമായിട്ടൊരു വെരിഫിക്കേഷൻ നടക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ സമീപ തമിഴ്നാട്ടിൽ പോലും എനിക്ക് അവിടെ പരിചയമുള്ളത് അവരൊക്കെ പറയാം കൃത്യമായ പരിശോധന ബ്ലോക്ക് തലങ്ങളിൽ നടക്കുന്നു. ഇവിടെ പക്ഷേ ഈ പ്രൊഫൈൽ ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യുന്നില്ല, അതിനകത്ത് ഡേറ്റ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രൊഫൈൽ ബ്ലോക്ക് പഞ്ചായത്ത് അപ്രൂവ് ചെയ്യണം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് അപ്രൂവ് ചെയ്യണം, ജില്ലാ പഞ്ചായത്തിൻ്റെ അപ്രൂവ് ചെയ്യുന്നത് സ്റ്റേറ്റ് അഡ്മിൻ. അപ്പോൾ സ്റ്റേറ്റ് അഡ്മിനിലേക്ക് തരുന്ന പ്രൊഫൈൽ ഞാൻ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് പരിഹരിച്ചിട്ടാണ് അപ്രൂവ് ചെയ്യുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം 1-2 പഞ്ചായത്തിൽ അയച്ചു തന്നപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതിൻ്റെ ഡേറ്റ വേണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിശോധന ഇപ്പോൾ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും നടക്കുന്നില്ലെന്നുള്ള കാര്യം കൂടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ എൻ്റെ ഒരു തെളിവ് സഹിതം കാണിച്ചു തരാം. ഓക്കെ, വികസന പ്ലാൻ തയ്യാറാക്കുമ്പോൾ അടുത്ത ഗ്രാമപഞ്ചായത്തിൻ്റെ റിസോഴ്സ് എൻവലപ്പിൽ OSR നിർബന്ധമാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഗ്രാമപഞ്ചായത്ത് അൺടൈഡ് ആയിട്ട് വിഭജിച്ചിട്ടുള്ള ഏതൊരു സോഴ്സ് ഉണ്ടോ ആ സോഴ്സിൽ നിന്ന് 25% തുക ഈ സങ്കല്പ തീമിലെ ആക്ടിവിറ്റികളിൽ ചേർത്തിരിക്കണം. അതാണ് ഒന്നാമത് ഒരു നിബന്ധന. ഈ ചെലവിൻ്റെ കാര്യത്തിൽ, എണ്ണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ചെലവിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ OSR എന്ന് പറയുന്നത് ഒരു അൺടൈഡ് ഗ്രാൻഡ് ആണ്. അതുപോലെ SFC എന്ന് പറയുന്നത് അൺടൈഡ് ഗ്രാൻഡ് ആണ്. CFC എന്ന് പറയുന്നത് അൺടൈഡ് ഗ്രാൻഡ് ആണ്. അപ്പോൾ ഒരു സംശയം വരാം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരുമിച്ച് ചേർത്തിട്ട് അതിൻ്റെ 25% ആണ്. അതല്ല, നമുക്കിപ്പോൾ CFC 10 ലക്ഷം ഉണ്ട്, SFC ഒരു 5 ലക്ഷം രൂപ നമ്മൾ ചേർത്തിരിക്കുന്നു, അത്രയും ആക്ടിവിറ്റി എടുത്തിരിക്കുന്നു. OSR-ൻ്റെ ഒരു 2 ലക്ഷം രൂപയും എടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ CFC-യുടെ 2.5 ലക്ഷം രൂപ നമ്മുടെ സങ്കല്പ തീമിലെ ആക്ടിവിറ്റികളിൽ തന്നെ വകയിരുത്തി ചെലവഴിക്കണം. SFC-യുടെ 5 ലക്ഷത്തിന് 1.5 ലക്ഷം രൂപ അതിനകത്ത് വകയിരുത്തി ചെലവഴിക്കണം. OSR 2 ലക്ഷമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനകത്തുനിന്ന് 50,000 രൂപ കൃത്യമായിട്ട് ആ സങ്കല്പ തീമിലെ ആക്ടിവിറ്റികളിൽ തന്നെ വകയിരുത്തണം. എന്തിനാണ് ഈ OSR-ഉം SFC-യും അത് കൺവെർജന്റ് ആക്ടിവിറ്റിയാണ് എന്തിനാണ് അതിനകത്ത് ചേർക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ
നമ്മൾ എടുക്കുന്ന ടീമിൽ ചിലപ്പോൾ ഒരു ഒരു 50 ആക്ടിവിറ്റി ഉള്ള ഒരു ടീമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട ആക്ടിവിറ്റികളുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടീമിലെ 25% ആക്ടിവിറ്റികൾ മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ സങ്കല്പ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കണം. സങ്കല്പ ടീമിലെ 25% ആക്ടിവിറ്റികൾ നമ്മുടെ ആക്ഷൻ പ്ലാന്റെ ഭാഗമാണ്. അങ്ങനെ ആക്ഷൻ പ്ലാന്റെ ഭാഗമാക്കുന്ന ആ 25% പിന്നെ ആക്ടിവിറ്റികളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് 50 ആക്ടിവിറ്റി ഉള്ള ഒരു ടീം നമ്മൾ എടുക്കുന്നു. അതിൽ 13 ആക്ടിവിറ്റി. ഈ 13 ആക്ടിവിറ്റിയിൽ എനിക്ക് എൻ്റെ പഞ്ചായത്തിൽ വകയിരുത്താൻ കഴിയുന്നത് ഒരു പിന്നെ CFC കുറച്ച് ഒരു 5 പ്രോജക്റ്റുകളിൽ മാത്രം, 5 ആക്ടിവിറ്റികളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെയും കിടക്കുന്ന 7 ആക്ടിവിറ്റി. ഈ 7 ആക്ടിവിറ്റിക്ക് എങ്ങനെ ഫണ്ട് കണ്ടെത്തും? അത് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആക്ടിവിറ്റികൾ ഈ SFC നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അല്ലാതെ ഡെവലപ്മെന്റ് പ്ലാൻ ഉപയോഗിച്ചോ മെയിൻ്റെനൻസ് ഗ്രാന്റ് ഉപയോഗിച്ചോ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തനത് ഫണ്ട് ഉപയോഗിച്ചോ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇതിനകത്ത് ഉൾച്ചേർക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് SFCയും CFCയും. അല്ലാതെ നമ്മൾ ഇതിലൂടെ SFCയോ അല്ലെങ്കിൽ പിന്നെ OSRന്റെ പ്രത്യേകത. OSR ഇതിനകത്ത് ഇതുവഴി ചെലവഴിക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ പ്ലാന്റ് ഭാഗമാക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ്. അത് ഓഫ്ലൈനായിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ രേഖപ്പെടുത്താം. ഇതുവരെ അതിൻ്റെ ഡീറ്റെയിൽ 15 ഫിനാൻസ് കമ്മീഷനിൽ നമുക്ക് ഇതുപോലെ 3 വർഷം തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ ഓഫ്ലൈനായിട്ട് എക്സ്പെൻഡിച്ചർ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ടീമിൻ്റെ ഒരു സാച്ചുറേഷൻ വരുത്തുള്ളൂ. ടീം സാച്ചുറേഷൻ ആക്ച്വലി അതിനകത്ത് വകയിരുത്തുന്ന ഈ പറയുന്ന അൺഎയ്ഡ് ഗ്രാൻറ്റിൻ്റെ ചിലവാണ് ഉദ്ദേശിക്കുന്നത്. ഈ 25% ഇപ്പം ഞാൻ ഒരു 5-ാം നമ്പർ ടീം എടുത്തു, അതിൽ ഞാൻ ഒരു 25% തുക ചെലവഴിച്ച് തീർക്കുകയാണെങ്കിൽ, അതായത് പൂർണ്ണമായിട്ടും ചെലവഴിച്ച് തീർക്കുകയാണെങ്കിൽ ആ 5-ാം നമ്പർ ടീമിനെ സാച്ചുറേറ്റഡ് ആയിട്ട് പരിഗണിക്കും. ഇതാണ് ശരിക്കുമുള്ള അവരുടെ ഒരു എന്താണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സാച്ചുറേഷൻ കൺസെപ്റ്റ്. ഓക്കെ. അൺഎയ്ഡ് ഗ്രാൻറ്റിൻ്റെ അലോക്കേഷൻ എന്ന് പറയുന്നത് 20% കൂടുതൽ റോഡ് നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണിക്കും ചെലവഴിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് പ്രതലമായിരുന്നാലും പുതിയതിനും മെയിൻ്റനൻസിനും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മഹിളാ സഭയും ബാലസഭയും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. മറ്റ് വകുപ്പുകൾ വഴിയുള്ള ഫ്ലാഗ്ഷിപ്പ് സ്കീമുകൾ അത് 19 എണ്ണമെന്ന് ഒരു അവരുടെ ഗൈഡൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ 22 ഫ്ലാഗ്ഷിപ്പ് ആക്ടിവിറ്റികളുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും. വനമേഖലയോട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ ഫോറസ്റ്റ് റൈറ്റ് ആക്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീം ഒരു 10-ാം കൂടി ഈ പ്രാവശ്യം 26-27 പുതുതായിട്ട് ചേർത്തത്. അത് ഓപ്ഷണലായിട്ടുള്ളതാണ്. അപ്പോൾ വനാതിർത്തിയായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ ആ ടീം സെലക്ട് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം 42 ആക്ടിവിറ്റികളുണ്ട്. ഈ 42 ആക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ട കുറേ ആക്ടിവിറ്റികളുണ്ട്, എടുക്കാവുന്ന കുറേ ആക്ടിവിറ്റികളുണ്ട്. ആ ആക്ടിവിറ്റികൾ നമ്മൾ നമ്മുടെ പ്ലാന്റെ ഭാഗമാക്കണം. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പം 375 ആക്ടിവിറ്റികളുണ്ട്. എന്താണ് സംസ്ഥാനത്തിൻ്റെ ഗൈഡ് ലൈൻസിലൊക്കെ വന്നിട്ടില്ല. അതിന് വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി കൂടെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അത് മിക്കവാറും അത് ചോദ്യമായിട്ട് ചോദിക്കുക, അതുകൊണ്ടാണ് ഞാൻ മുന്നേ അത് പറയുന്നത്. ഓക്കെ. പഞ്ചായത്തുകൾക്ക് ഈ താഴെ രണ്ട് രീതിയിൽ നമുക്ക് ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ പ്രാവശ്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് തീം വൈസ് ആക്ടിവിറ്റി. തീം വൈസ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റികൾ നമുക്ക് സെലക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ ഈ പ്രാവശ്യം നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് ഞാൻ പറഞ്ഞത്. 385ഓളം ആക്ടിവിറ്റികളുണ്ട്. 9 തീമിലായിട്ട് നമുക്ക് ഓരോ തീമിലും നിശ്ചിത എണ്ണം ആക്ടിവിറ്റികളുണ്ട്. ഇപ്പോൾ 1-ാം നമ്പർ തീം എടുത്തു കഴിഞ്ഞാൽ അതിൽ 34 ആക്ടിവിറ്റികളുണ്ട്. 9 ആക്ടിവിറ്റികൾ മാൻഡേറ്ററി ആയിട്ട് എടുത്തിരിക്കണം. ആ 9 തീമിൽ 25% എന്താണ് നമ്മുടെ അൺഎയ്ഡിൻ്റെ ഉള്ള സോഴ്സ് നിർബന്ധമായിട്ടും വകയിരുത്തി ചിലവഴിച്ചിരിക്കുന്നതാണ് നിബന്ധന. അങ്ങനെ 9 തീമുകളുണ്ട്. 9 തീമല്ല, ഇവിടെ 10-ാമത്തെ ഒരു ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട FRAയിട്ട് ബന്ധപ്പെട്ട ഒരു 10-ാമത്തെ തീമായിട്ട് 46 ആക്ടിവിറ്റിയും വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇപ്പോൾ 385 ആക്ടിവിറ്റികളാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആക്ടിവിറ്റികളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതനുസരിച്ച് 1-2 തീം അവർക്ക് സെലക്ട് ചെയ്യാം. ഈ 2 തീമിൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കും. ഇപ്പോൾ 2 തീം എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 1-ാം നമ്പർ തീമും 2-ാം നമ്പർ തീം എടുക്കുകയാണ്, 2 തീം എടുക്കുകയാണെങ്കിൽ
ആ 2 തീമിലെയും 1-ാം നമ്പർ തീമിലെ 9 ആക്ടിവിറ്റിയും 2-ാം നമ്പർ തീമിലെ 7 ആക്ടിവിറ്റിയും നിർബന്ധമായിട്ടും ഏറ്റെടുക്കണം. ഈ 2 തീമിലും കൂടി 25% എന്ത് ചെയ്താൽ മതി, ചെലവഴിച്ചാൽ മതി. സങ്കല്പിൽ ചെലവഴിക്കുന്ന കാര്യമാണ് 25%. ഓക്കെ, സങ്കല്പമായിട്ട് 1 മാക്സിമം 2 തീം നമുക്ക് എടുക്കാം. ഇനി ഫ്ലാഗ്ഷിപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ 44 എണ്ണമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 22 ആക്ടിവിറ്റികൾ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറേ 22 ആക്ടിവിറ്റികളുണ്ട്. അത് ലിസ്റ്റ് ചെയ്യും. പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് ലിസ്റ്റ് ചെയ്യും ഏതൊക്കെ ആക്ടിവിറ്റി ഫ്ലാഗ്ഷിപ്പ് സ്കീമുകൾ എന്ന് പറയും. ആ സ്കീമുകളുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയിൽ നമ്മൾ വകയിരുത്തണം. അതിന് നമുക്ക് ഫ്ലാഗ്ഷിപ്പ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡേറ്റ കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് ഫ്ലാഗ്ഷിപ്പ് സ്കീമുകളുണ്ട്. മിഡ് ഡേ മീൽസ് പ്രോഗ്രാമുമായിട്ട് ഉച്ചഭക്ഷണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ എത്ര തുക ചെലവഴിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമ്മുടെ HMനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. അപ്പം ഈ വർഷം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന തുക കിട്ടിയില്ലെങ്കിൽ പോലും മുൻവർഷത്ത്, അതായത് 25-26 ചെലവഴിച്ച ടോട്ടൽ തുക എത്രയാണോ അത് കൊടുക്കാൻ നമുക്ക്, അത് കൊടുത്ത് എൻ്റർ ചെയ്യാം. ഇനി ഡേറ്റ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 0 കൊടുത്ത് എൻ്റർ ചെയ്ത് വിടാം. ചിലപ്പോൾ ആ ഫ്ലാഗ്ഷിപ്പ് ഇപ്പോൾ മത്സ്യ മേഖലയോട്ട് ബന്ധപ്പെട്ട അത് മാൻഡേറ്ററി ആണ്, മത്സ്യമേഖലയോട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നില്ല എങ്കിൽ നമുക്കതിന് 0 കൊടുക്കാം. അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഒരു തുക കൊടുക്കരുത്. പല പഞ്ചായത്തുകളും വെറുതെ ഒരു തുക, അതിങ്ങനെ ഒരു ടോക്കൺ 1 ലക്ഷം, 2 ലക്ഷം, 1.5 ലക്ഷം, 1.5 ലക്ഷം രൂപ ചുമ്മാ അതിങ്ങനെ കുറേ പൈസ കൊടുത്ത് ഫ്ലാഗ്ഷിപ്പ് ആക്ടിവിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ തെറ്റാണ്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. നമുക്ക് അങ്ങനെ ഒരു ഡേറ്റയെ കിട്ടിയിട്ടില്ല. അത്തരത്തിൽ തെറ്റായ ഡേറ്റ കൊടുക്കരുത്. അത് നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നതാണ്. നിങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ആക്ടിവിറ്റിക്ക് നിങ്ങൾ ഇത്രയും തുക കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ, അത് തെറ്റായ വിവരമാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഒരു കാരണവശാലും കൊടുക്കരുത്. ഡേറ്റ കിട്ടിയില്ലെങ്കിൽ 0 കൊടുക്കും. ഓക്കെ, ഇനി നമ്മുടെ പ്ലാൻ തയ്യാറാക്കുന്നതായിട്ട് അതിൻ്റെ ഒരു 13 സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല നമുക്ക്. ഓക്കെ, ഇനി അടുത്തത് ഇതും അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഗ്രാമസഭ ഷെഡ്യൂൾ ചെയ്യുന്നതും സങ്കല്പ് സെലക്ട് ചെയ്യുന്നതും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രൊഫൈലിൻ്റെ കാര്യത്തിൽ വരുമ്പം അവിടെ ഇലക്ഷൻ ഡീറ്റെയിൽസുമായിട്ട് ഇപ്പം രാവിലെയും ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാത്ത കുറേ പഞ്ചായത്തുകളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നപ്പോൾ ആ ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ട് ഓരോ അംഗങ്ങളുടെയും വിവരങ്ങൾ കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്തിരിക്കണം. അതുപോലെ ബേസിക് പ്രൊഫൈലിലെ വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. ബേസിക് പ്രൊഫൈല് ചില പഞ്ചായത്തുകളുടെ പരിശോധിക്കുമ്പോൾ വാർഡുകളുടെ എണ്ണം തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് പഴയ മുൻവർഷം, അതായത് മുമ്പുണ്ടായിരുന്ന ഭരണസമിതിയുടെ വാർഡുകളുടെ എണ്ണമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഭരണസമിതി എത്ര വാർഡുകൾ ചേർന്നാണെന്നുള്ളത് കൃത്യമായിട്ട് അത് നോക്കി തന്നെ കൃത്യമായിട്ട് കൊടുക്കണം. അതിനകത്ത് എത്ര വനിതാ അംഗങ്ങളുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി കൊടുക്കണം. അതെല്ലാം ബേസിക്, അതൊന്നും കൃത്യമാക്കിയിട്ടില്ല പല പഞ്ചായത്തുകളും. അതുപോലെ അതിനകത്ത് കുറേ അടിസ്ഥാന വിവരങ്ങൾ കൊടുക്കാറുണ്ട്. അതെല്ലാം വെറുതെ 0 കൊടുത്തിട്ടാണ് വിടുന്നത്. അതുപോലെ ജനറൽ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ജനറൽ പ്രൊഫൈലിൽ പഞ്ചായത്തിനെ കുറിച്ചൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഒരു 10 കൂത്തിട്ടിട്ട് എൻ്റർ ചെയ്ത് വിടും. അത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ വരുന്നതാണ്. നമ്മൾ ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു പ്രാക്ടീസ് ഈ പറയുന്ന പോർട്ടലിൽ ചെയ്യാൻ പാടില്ല. നമ്മുടെ സുലേഖ എന്ന് പറയുന്നൊരു പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നില്ല. പക്ഷേ ഈ ഗ്രാം സ്വരാജ് എന്ന് പറയുന്നത് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ എന്ത് കുത്തിട്ടാലും ഫോം ഇട്ടിരുന്നാലും എല്ലാ ലോകത്തിരിക്കുന്ന എല്ലായിടത്തും കാണാം. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഡേറ്റ വളരെ കൃത്യമായിട്ടുള്ളതായിരിക്കണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അത് ഇലക്ടഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കമ്മിറ്റി മെമ്പർ മിസ്സലേനിയസ് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിവരങ്ങളുണ്ട്, അതെല്ലാം കൊടുക്കണം. എംപ്ലോയി ഡീറ്റെയിൽസ്, സെക്രട്ടറിയുടെ വിവരങ്ങൾ, സെക്രട്ടറി മാറിയിട്ടുണ്ടെങ്കിൽ പുതിയ സെക്രട്ടറിയുടെ വിവരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സർവീസ് ഡെലിവറിയുടെ മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴിതില്ല. ഇപ്പോൾ സ്റ്റേറ്റ് അഡ്മിന് മാത്രമേ. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം പ്ലാൻ എല്ലാം അപ്ലോഡ് ചെയ്ത് ഇഗ്രാം സ്വരാജ് പോർട്ടലിലെല്ലാം ആക്ടിവിറ്റി എല്ലാം രജിസ്റ്റർ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പരിപാടിയുണ്ട്. അത് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി അത് അസസ് ചെയ്യും. ഈ പ്രാവശ്യം മുതൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാത്തതുകൊണ്ട് ഈ പ്രാവശ്യം കയ്യെ പിടിച്ച് ചെയ്യിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് കൃത്യമായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരു കൃത്യ മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്ലാൻ അപ്രൂവ് ചെയ്യരുത്. ആ രീതിയിലാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 15 ഇൻഡിക്കേറ്റേഴ്സ്, 15 പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നോക്കുക, ഹാസ് ദ ഫോറം ഓഫ് ഗ്രാമസഭ മീറ്റിംഗ് ബീൻ കംപ്ലീറ്റഡ്. ഒന്നാമത്തെ സംഭവം തന്നെ അത് GPDP പോർട്ടലിലാണ് നമ്മൾ കൊടുത്തത്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേറ്റ് ഗ്രാമസഭ മീറ്റിംഗ് അതും GPDP പോർട്ടലിലാണ്. ഇൻക്ലൂഷൻ ഓഫ് SC ST വുമൺ സ്പെഷ്യലി ഏബിൾഡ് അതും GPDP പോർട്ടലിലാണ് കൊടുക്കുന്നത്. ബാലസഭ മഹിളാ സഭയോ
ഹെൽഡ് പ്രയർ ടു ഗ്രാമസഭ, അതും GPDP പോർട്ടലിലാണ് കൊടുക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് ഓവറോൾ റിസോഴ്സ് ഫണ്ട് അലോക്കേറ്റഡ് സങ്കല്പ നിയമത്തിൽ കൊടുത്തിട്ടുള്ളത് എത്രയാണെന്ന്, അത് നമ്മൾ 25% എന്ന് പറയുന്നത് മിനിമം ആണ്. 25% കൂടുതൽ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കും, മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ 100 മാർക്കിൻ്റെ ഒരു 15 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 15 ചോദ്യം. OSR എത്ര വകയിരുത്തിയിട്ടുണ്ട്? അപ്പം നിലവിൽ വകയിരുത്തിയിരിക്കുന്ന OSRനെ CFC അപ്പോൾ CSC കമ്പയർ ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് CFCയുടെ എത്ര പെർസെൻറ്റേജ് ആണ് OSR വകയിരുത്തിയിരിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് പോയിന്റ് കിട്ടും. അപ്പം മൊത്തം 100 മാർക്കിലാണ് ഈ ഒരു 15 ചോദ്യങ്ങൾ വരുന്നത്. ആ 15 ചോദ്യത്തിന് നമുക്ക് ഒരു 50% മാർക്ക് കൂടുതൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ക്വാളിറ്റി GPDP അല്ല, അത് അപ്ലോഡ് ചെയ്യത്തില്ല. അതാണ് നിലവിലുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇതാണ് ക്വാളിറ്റി GPDP. ഇത് 15 ചോദ്യങ്ങളുണ്ട്. ഈ 15 ചോദ്യങ്ങൾക്ക് സ്കോർ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്കോർ ഒപ്റ്റൈൻ നോക്കി, ഇവിടെ ഒരു സ്കോർ കാണിച്ചിട്ടുണ്ട് നോക്കി, 63 സ്കോർ. അവിടെ താഴെ അപ്രൂവ് പ്ലാൻ എന്ന് കൊടുക്കും. അപ്രൂവ് പ്ലാൻ എന്നുള്ളത് ഇപ്പോൾ ഇതെല്ലാം നമ്മൾ അപ്പോൾ നേരത്തെ സ്വരാജ് പോർട്ടലിൽ പ്ലാനൊക്കെ കൊടുത്ത് അപ്രൂവ് കൊടുക്കും, സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കുന്നു. അപ്രൂവൽ കൊടുത്ത് കഴിയുമ്പോഴാണ് ഈ സ്ക്രീനിലേക്ക് വരുന്നത്. ഈ സ്ക്രീനിൽ 50% കുറവാണെങ്കിൽ അപ്രൂവ് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ റിലീസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഈ മാർക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അപ്പോൾ മാത്രമേ ഇത് അപ്ലോഡ് ആകത്തുള്ളൂ. ആ രീതിയിലേക്ക് അതിനെ വാലിഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പലതും ചെയ്തില്ലെങ്കിൽ ഇനി കൈ പിടിച്ച് ജയിപ്പിക്കാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള മിക്ക വാലിഡേഷനുകളും അങ്ങനെയാണ്. എന്ത് വാലിഡേഷൻ വന്നിട്ടുണ്ടെങ്കിലും പല പ്രാവശ്യവും പറയുമ്പോഴും നമ്മൾ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള വാലിഡേഷനാണ് പിന്നീട് വരുന്നത്. അത് നമ്മൾ തന്നെ നിർബന്ധിച്ച് ഇതിനകത്ത് കൊണ്ട് കുത്തിക്കയറ്റുന്ന വാലിഡേഷനുകളാണ് സ്വരാജ് പോർട്ടലിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും. ഇതാണ് ഇത്തരത്തിലാണ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് റിവൈസ് പ്ലാൻ. അപ്പോൾ എഡിറ്റ് GPDP, മോഡിഫൈ പ്ലാൻ, ദെൻ സ്റ്റെപ്പ് ഇങ്ങനെ വന്നുകൊണ്ടായിരിക്കും, ഇത് കറങ്ങിക്കൊണ്ടായിരിക്കും. അപ്പോൾ എപ്പോൾ നമുക്ക് കിട്ടുന്നു, ക്വാളിറ്റി അറ്റൻഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യും. അതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് പോർട്ടലിൽ തീം പ്രയോറിറ്റൈസേഷൻ ഇല്ല. ബ്ലോക്ക് പഞ്ചായത്തിനും ഇല്ല, ജില്ലാ പഞ്ചായത്തിനും തീം പ്രയോറിറ്റൈസേഷൻ ഇല്ല. രണ്ടാമത്തെ പാർട്ടുണ്ട്, അതായത് വികസന പ്ലാൻ എന്ത് ചെയ്യണം, അവർക്ക് അന്തിമ അംഗീകാരം നൽകണം. അതിനുവേണ്ടി ഒരു മീറ്റിംഗ് കൂടേണ്ടതുണ്ട്. അത് GPDP പോർട്ടലിൽ നമ്മൾ ഫെസിലിറ്റി ഫീഡ്ബാക്ക് ആയിട്ട് അതിൻ്റെ വിവരങ്ങളെല്ലാം ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവരങ്ങൾ കൊടുക്കുന്ന പോലെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഒരു കാര്യം കൂടി അതിനകത്ത് പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടും അത് PPCയുടെ ഗൈഡ് ലൈൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ എല്ലാം അപ്രൂവ് ചെയ്യും. ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിലുള്ള മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളുടെയും പ്ലാൻ അപ്രൂവ് ആക്കിയതിനു ശേഷം ആ പ്ലാൻ പരിശോധിക്കുകയും അതിന് ക്വാളിറ്റി പരിശോധിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അത് പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി എടുക്കാനും ബ്ലോക്ക് പഞ്ചായത്ത്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അപ്രൂവ് ചെയ്ത് അതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ നികത്തുന്നതിന് വേണ്ടിയാണ് DPDPയോട് പറഞ്ഞിരിക്കുന്നത്, ജില്ലാ പഞ്ചായത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ അത്തരത്തിൽ ശേഷിക്ക് അപ്പുറമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ഈ ബ്ലോക്ക് പഞ്ചായത്തുകളും, ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം രൂപയുടെ ഒരു സ്ഥാപനം, ഒരു കെട്ടിടം നിർമ്മിക്കണം, അത് പറ്റില്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിനോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിനോട് ചെയ്യിപ്പിക്കാം. ഇത്തരത്തിലുള്ള മുൻഗണന നൽകുന്നതിന് വേണ്ടിയാണ് ഈ BPDPയും DPDPയിലും ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫോക്കസ് ചെയ്യേണ്ട കുറേ മേഖലകൾ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. PPC ഗൈഡ് ലൈൻസ് കാർഷികവും ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം, സംഭരണം, വിപണനം, തൊഴിൽ സൃഷ്ടിയായിട്ട് ഗ്രാമീണ വ്യവസായമായിട്ട് കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ സഭയുടെ അംഗീകാരത്തിന് ശേഷം ഈ സ്വരാജ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. അത് ഫെസിലിറ്റി ഫീഡ്ബാക്ക് ഈ GPDPയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ഈ സ്വരാജ് പോർട്ടലിൽ പ്ലാൻ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, സംയോജിതവും ഫലപ്രദമായിട്ടുള്ള ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതികളായിരിക്കണം BPDP ചെയ്യേണ്ടത്. ഇനി ബ്ലോക്ക് പഞ്ചായത്തിനെ ജില്ലാ പഞ്ചായത്തിനെ പ്രത്യേകം ഫെസിലിറ്റേറ്ററിൻ്റെയും അതുപോലെ പ്രസിഡന്റ്, സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യണം. ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന ആരാണ്? ഈ GPDPയായിട്ട് അത് ഞാൻ പുറകെ പറയാം. ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ അത് നമ്മുടെ JD തലത്തിലായിരിക്കും അത് അപ്ഡേറ്റ് ചെയ്യുന്നത്. JDക്ക് GPDPയിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ട്. JDയുടെ ഫോൺ നമ്പർ ആയിരിക്കും അതിനകത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ JD മാറിയിട്ടുണ്ടെങ്കിൽ
പുതിയതായിട്ട് JD വന്നിട്ടുണ്ടെങ്കിൽ DD ചില ജില്ലയിലെ JD ആണ്, ചില ജില്ലയിലെ DD ആണ്. അപ്പോൾ DD മാറിയിട്ടുണ്ടെങ്കിൽ പുതിയ DDയുടെ ഫോൺ നമ്പറും മെയിൽ ID യും പിന്നെ DPT ടെറബിലേക്ക് അയച്ചുതരാമെങ്കിൽ സ്റ്റേറ്റ് അഡ്മിനിൽ നിന്നാണ് അത് എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്, ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിന് താഴെ തട്ടിലേക്ക് വരുമ്പോഴും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ GPDP-യിൽ ഈ വിവരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ വരും. ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഈ ഫെസിലിറ്ററുമായിട്ട് ബന്ധപ്പെട്ടും അത് പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് നിർവഹണോദ്യോഗസ്ഥരുമായിട്ടുള്ള വിവരങ്ങളെല്ലാം GPDP പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റർ ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് തന്നെ കഴിയും. ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയും. ഈ പറഞ്ഞ JD തലത്തിലും പറയാം. ഇനി JD തലത്തിലേക്ക് അയക്കേണ്ട കാര്യമില്ല, ബ്ലോക്ക് തലത്തിൽ തന്നെ ചെയ്താലും മതിയാകും. അപ്പോൾ ഇവിടെ നിർവഹണോദ്യോഗസ്ഥരുടെ വിവരങ്ങൾ കൊടുക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും ഈ നിർവഹണോദ്യോഗസ്ഥരുടെ മുഴുവൻ വിവരങ്ങളും കൊടുക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില നിർവഹണോദ്യോഗസ്ഥർ ചിലപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വേറൊരു ബ്ലോക്കിലേക്ക് ട്രാൻസ്ഫർ ആയി പോവാം. അപ്പോൾ മറ്റൊരു അത് അവിടെ നിലനിൽക്കുന്നതാണെങ്കിൽ അത് പിന്നീട് എൻ്റർ ചെയ്യാനായിട്ട് മറ്റൊരു ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, മറ്റൊരു ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു ഗ്രാമപഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു 10-13 നമുക്ക് നിർവഹണോദ്യോഗസ്ഥരുണ്ടെങ്കിൽ അത്രയും നിർവഹണോദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പറും പേര്, ഫോൺ നമ്പറും, മെയിൽ ID ഇത്രയും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കണം. അതിലെ 5 നിർവഹണോദ്യോഗസ്ഥരുടെ മിനിമം 5 നിർവഹണോദ്യോഗസ്ഥരുടെ വിവരങ്ങളെങ്കിലും അതിനകത്ത് GPDP പോർട്ടലിൽ ചേർക്കേണ്ടത്. ഇനി GPDP പോർട്ടലിൽ ഫെസിലിറ്റേറ്റർ ഫീഡ്ബാക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ അതിനുശേഷം നമുക്ക് ഗ്രാമ സ്വരാജ് പോർട്ടൽ തീമാറ്റിക് ആക്ഷൻ പ്ലാൻ നമുക്ക് അപ്ലോഡ് ചെയ്ത് അംഗീകാരം. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലിൻ്റെ കാര്യം പറഞ്ഞു, GPDP പോർട്ടൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഗ്രാമ സ്വരാജ് പോർട്ടൽ. ഈ 3 കാര്യങ്ങളുണ്ട്. ഇതിൽ മാഡം പറഞ്ഞ സംബന്ധം ഗ്രാമ സ്വരാജ് പോർട്ടലിലേക്ക് നമ്മൾ പ്ലാൻ അന്തിമമാക്കി ചേർക്കേണ്ടതില്ല. അപ്പോൾ അതിനെന്തെങ്കിലും നമുക്ക് പുതിയ ഗൈഡ് ലൈൻസ് വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആ പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക, അല്ലെങ്കിൽ സങ്കല്പ തീം തന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ മാറ്റേണ്ടി വരികയാണെങ്കിൽ പ്ലാൻ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് വരും. ഈ നമ്മളിത് കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പോൾ നമ്മൾ മോമെല്ലാം അപ്ലോഡ് ചെയ്ത് പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലിൽ മോമെല്ലാം അപ്ലോഡ് ചെയ്തു, GPDP പോർട്ടലിൽ ഈ വിവരങ്ങൾ ഫെസിലിറ്റി ഫീഡ്ബാക്ക് എല്ലാം കൊടുത്ത് അതും ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് ഈ ഗ്രാമസ്വരാജിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്ത് തീരുമാനിക്കുന്നത് പുതിയ ഗൈഡ് ലൈൻസ് വന്നപ്പോൾ എന്നാൽ പിന്നെ തീം മാറ്റിക്കളയാം, പ്ലാൻ മുഴുവൻ അടവുള്ള ഒന്ന് മാറ്റിക്കളയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗ്രാമ സ്വരാജ് പോർട്ടലിൽ അത് പ്ലാൻ അംഗീകാരം നേടുന്നതിന് മുമ്പ് വരെയും അവർക്ക് തീമിന് മാറ്റം വരുത്തുന്നതിന് സാധിക്കും. ഓക്കെ. ഇനി പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ്? പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലുണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പും ഉണ്ട്. പഞ്ചായത്ത് നിർണ്ണയ .gov.in എന്ന് പറയുന്ന സൈറ്റ്, അല്ലെങ്കിൽ മീറ്റിംഗ് ഓൺലൈൻ .gov.in രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പോർട്ടലിൽ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇതൊരു റിയൽ ടൈം നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. റിയൽ ടൈമായിട്ട് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മൊബൈൽ ആപ്പ് വഴി മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മൊബൈൽ ആപ്പ് വഴി നമ്മൾ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട മീറ്റിങ്ങിന് ഒരു നോട്ടീസ് ഉണ്ടാവണം. ആ മീറ്റിംഗ് നോട്ടീസ് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പഞ്ചായത്ത് തന്നെ മൊബൈൽ ആപ്പ് വഴി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. മീറ്റിംഗ് നോട്ടീസ് വേണം. അതുപോലെ തന്നെ മീറ്റിങ്ങിൻ്റെ വെന്യൂ അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. എവിടെയാണ് നമ്മുടെ മീറ്റിംഗ് നടത്താൻ പോകുന്നത് അതിൻ്റെ ഫോട്ടോ നമുക്ക് എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അജണ്ട തയ്യാറാക്കി അതും സൈൻ ചെയ്തിട്ട് സെക്രട്ടറി സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഉള്ള ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യണം. അത് ഫോക്കസ് ചെയ്ത ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ മീറ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ക്യാപ്ചർ ചെയ്യണം. ഇത്തരത്തിൽ ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇത് നേരെ സഭാ സാർ എന്ന് പറഞ്ഞ മറ്റൊരു പോർട്ടലിലേക്ക് ഫെച്ച് ചെയ്ത് പോകുന്നു. അവിടെ സഭാ സാറിൽ പോകുന്നു. അവിടുന്ന് അത് ഒരു മോം ക്രിയേറ്റ് ചെയ്യുന്നു. മോം അത് മിൻസ് ഓൺ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ മോമാണ് നമ്മൾ പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലിൽ ഈ എന്താണ് നമ്മൾ ഡിസിഷനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ. അതിനകത്ത് മോം നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആ പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലിൽ അറ്റൻഡൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ക്രീനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. മൊബൈൽ ആപ്പ് വഴി നമ്മൾ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് വരുന്നത്. അവിടെ നമുക്കൊരു വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ വഴി നമുക്ക്
നമ്മുടെ ഒരു മീറ്റിങ്ങിന് ഒരു ഒരു നമുക്കൊരു അസിസ്റ്റൻറ്റിനെ വേണം, പ്രോജക്ടസിനെ അല്ലെങ്കിൽ പ്ലാൻ ക്ലർക്കിനെ ആരാണ് മീറ്റിംഗ് അസിസ്റ്റൻ്റായിട്ട് അവിടെ നമ്മളവിടെ കൊടുക്കണം. അതുപോലെ മീറ്റിംഗ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വെന്യൂ രജിസ്റ്റർ ചെയ്യണം. വെന്യൂ രജിസ്ട്രേഷന് ശേഷം പിന്നെ അടുത്ത നടപടി എന്ന് പറയുന്നത് അതിൻ്റെ മീറ്റിങ്ങിന് ഷെഡ്യൂൾ ചെയ്യുക. മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ഏത് മീറ്റിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്, സങ്കല്പ ഗ്രാമസഭയായിട്ട് ബന്ധപ്പെട്ടാണോ എടുക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റേതെങ്കിലും വിഷയത്തിലേക്ക് പോകരുത്. അത് ഇതിനകത്ത് തന്നെ നമുക്ക് റെസൊല്യൂഷൻ ഫോർ അതാണ് ഈ സങ്കല്പ തീം നമ്മൾ പ്രത്യേകം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിൽ ഷെഡ്യൂൾ ചെയ്ത് അപ്ലോഡ് മീറ്റിംഗ് നോട്ടീസ് നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. ഇത് മൊബൈൽ ആപ്പാണ്. ഈ മൊബൈൽ ആപ്പിൽ ഇതേ വിവരങ്ങൾ തന്നെ എവിടെയുണ്ട്, പോർട്ടലിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സങ്കല്പ തീം നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. സങ്കല്പ തീം നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ആ സങ്കല്പ തീം സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പോർട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ പോർട്ടലിൽ ഈ meeting.online.go.in അല്ലെങ്കിൽ പഞ്ചായത്ത് നിർണ്ണയം.go.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് കയറുമ്പോൾ അവിടെ ഈ തരത്തിൽ സെലക്ട് പ്രയോറിറ്റി SDG തീം ഫോർ ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്നൊരു ഭാഗമുണ്ട്. ഇതേപോലെ തന്നെ മൊബൈൽ ആപ്പിലും ഈ പിന്നെ പ്രഡിക്റ്റഡ് തീംസ് അവിടെ SDG തീംസ് കൊണ്ട് അവിടെ കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പായി 2.0 ആയിട്ട് ബന്ധപ്പെട്ട ആ പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള ഡേറ്റ, അതിൻ്റെ ഓരോ ഇൻഡിക്കേറ്റർ ലഭിച്ചിട്ടുള്ള ഡേറ്റ അവർക്ക് കൃത്യമായിട്ട് കിട്ടും. അതിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഏതാണെന്ന് നോക്കിയിട്ട് ആ വീക്കായിട്ടുള്ള ഇൻഡിക്കേറ്റർ കൂടുതൽ പിന്നെ മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റികൾ നമ്മൾ സെലക്ട് ചെയ്യണം. അത്തരത്തിലുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യും. ആ ആക്ടിവിറ്റികൾ ഏത് തീമിൽ വരുന്നു ആ തീമിനെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വീക്കായിട്ടുള്ള ആക്ടിവിറ്റി വന്നിട്ടുള്ള 2 പ്രെഡിക്റ്റഡ് തീംസ് ഓൾറെഡി ഇതിനകത്ത് കാണിക്കും. അത്തരത്തിലുള്ള പ്രെഡിക്റ്റഡ് തീംസ് ആ പഞ്ചായത്തിന് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ 2 തീമും എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന് ഡിസൈഡ് ചെയ്യുന്ന ഒരു തീം എടുക്കാം. അല്ലെങ്കിൽ 25-26 അവർ ചെയ്ത ഏതെങ്കിലും ഒരു തീം നമുക്ക് തുടരണം. അതിനകത്ത് ഒരു തീമിലെ മൊത്തം ആക്ടിവിറ്റികളും ചിലപ്പോൾ അവർക്ക് സാച്ചുറേറ്റഡ് ആക്കണമെന്നില്ല, ഒരു വർഷം കൊണ്ട് ആക്കണമെന്നില്ല, തുടരാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ 26-27 അവർക്ക് തുടരാം. ആ രീതിയിൽ തീം സെലക്ഷൻ നടത്തണം. തീം സെലക്ഷൻ നടത്തിയിട്ട് അത് ആ തീമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഏതാണോ ആ SDG ഗോൾസ് അവർ മാപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. ആ മാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെസൊല്യൂഷൻ നമുക്ക് കിട്ടും. ആ റെസൊല്യൂഷന് അപ്ലോഡ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞ റെസൊല്യൂഷൻ അപ്ലോഡ് ചെയ്യണം. പഞ്ചായത്തിൻ്റെ ഒരു റെസൊല്യൂഷൻ, അതായത് നമ്മൾ ഈ 26-27 വർഷം ഏത് തീമാണ് സെലക്ട് ചെയ്യുന്നതെന്നും അതിനെ സംബന്ധിച്ച് കുറേ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആ റെസൊല്യൂഷൻ ഇത്തരത്തിലുള്ള റെസൊല്യൂഷനാണ് വരുന്നത്. ആ റെസൊല്യൂഷൻ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇത് പഞ്ചായത്ത് നിർണ്ണയ മൊബൈൽ ആപ്പ് വഴി നമ്മൾ ചെയ്യുന്നതാണ്. മീറ്റിംഗ് ഫോട്ടോ മാനേജ്മെൻ്റ് ഉണ്ട്. അതിന് ക്യാപ്ചർ മീറ്റിംഗ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. അവിടെ നമ്മൾ മീറ്റിങ്ങിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. ഫോട്ടോ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ERൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അപ്ലോഡ് ചെയ്യണം, അത് മാനേജ് ചെയ്യണം. പിന്നെ ചിലപ്പോൾ എറേഴ്സ് വരാം. ആ എറേഴ്സ് വരികയാണെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ, നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാപ്ചർ ചെയ്ത് കിട്ടുകയുള്ളൂ. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഞാൻ വീഡിയോയുടെ കാര്യം നേരത്തെ പറഞ്ഞു, ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ ആയിരിക്കണം. അത് അപ്ലോഡ് ചെയ്യണം. അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ സഭാ സാറിലേക്ക് പോകുന്ന അവിടുന്ന് മോം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കിട്ടുന്ന മോം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയാണ് പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പഞ്ചായത്ത് നിർണ്ണയ പോർട്ടൽ എടുക്കുമ്പോൾ അവിടെ സെലക്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞ് കിടക്കുന്നത് നമ്മൾ 25-26 ആയിരിക്കും. അപ്പോൾ അതാണ് ഈ PPCയുടെ വർഷമാണ്. ക്യാമ്പിംഗ് നടക്കുന്നത് 25-26 ആണ്. പക്ഷേ നമ്മുടെ പ്ലാൻ ഇയർ എന്ന് പറയുന്നത് 26-27.
അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞാൽ അടുത്ത GPDP പോർട്ടലാണ്. GPDP പോർട്ടലിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതലായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, കൂടുതലായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാമസഭയായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിന് വഴി നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം. ഈ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പം അതിനകത്ത് ഈ ഗ്രാമസഭയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പരിശീലനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റേ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. PIBയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അത് പബ്ലിക് ഇൻഫർമേഷൻ ബോർഡിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ മിക്ക പഞ്ചായത്ത് പബ്ലിക് ഡൊമൈനിൽ കാണാം ഈ പറഞ്ഞ PIBയുടെ ഫോട്ടോസ് എല്ലാം. ഈ PIBയുടെ ഫോട്ടോ എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഈ ചാക്കൊക്കെ കൂട്ടിയിട്ടുന്ന ഫോട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി കിടക്കുന്ന ഷെഡിൻ്റെ ഫോട്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികളുടെ പിന്നെ വിവരങ്ങളടങ്ങിയ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ പിന്നെ ജീവനക്കാരുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ അതും അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് സേവനങ്ങൾ നൽകുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തു. യഥാർത്ഥത്തിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മൾ 26-27 വർഷം എന്താണോ ഈ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ച് പ്ലാൻ ചെയ്യുന്നത്, ആ പ്ലാൻ കൃത്യമായിട്ട് ഒരു ബോർഡിൽ പ്രദർശിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഈ പറയുന്ന പ്ലാൻ മാത്രമല്ല, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമഗ്ര പ്ലാൻ, നമ്മുടെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ആ പദ്ധതി ശരിക്കും അത് പ്രസിദ്ധീകരിക്കണം, പബ്ലിക്കിന് കാണത്തക്ക വിധത്തിൽ അത് പ്രസിദ്ധീകരിക്കണം തന്നെയാണ്. അപ്പം ആ ഒരു ഫോട്ടോ, ആ ഒരു ബോർഡിൻ്റെ ഫോട്ടോയാണ് പബ്ലിക് ഇൻഫർമേഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇനിയെങ്കിലും പബ്ലിക് ഡൊമൈനിൽ വരുന്നതാണ്, പലരും കാണുന്നതാണ്, ലോകത്തിരിക്കുന്ന എല്ലാവരും കാണുന്നതാണ്. ഈ പറയുന്ന ചാക്കുകൂട്ടങ്ങളുടെ ഫോട്ടോ എന്നെടുത്ത് അപ്ലോഡ് ചെയ്യരുത്. കറക്റ്റായിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പേപ്പറിലെങ്കിലും ഇത് ടൈപ്പ് ചെയ്തെങ്കിലും അതിൻ്റെയെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത് അതിൻ്റെ മാപ്പോട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് യോഗ ദിനത്തിൽ നമ്മളെടുത്ത ഫോട്ടോയും കൂടി അപ്ലോഡ് ചെയ്യണം. അതാണ് അത് കൂടുതലായിട്ട്. പിന്നെ ഈ GPDP പോർട്ടൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, GPDP പോർട്ടലിൽ നമ്മൾ ഫെസിലിറ്റേറ്ററിന് ഒരു യൂസർ ഐ ഡി ഉണ്ടാകും. ഫെസിലിറ്റേറ്ററിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടായിരിക്കും യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. നിലവിൽ ഈ GPDP പോർട്ടലിലെ യൂസർ എല്ലാം തന്നെ ഇനാക്റ്റീവ് ആയിരിക്കും. അത് ബ്ലോക്ക് തലത്തിൽ നിന്നെല്ലാം ആക്റ്റീവാക്കി കൊടുക്കണം. അതുപോലെ പിന്നെ JD തലത്തിൽ നിന്നും താഴേക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എല്ലാം യൂസർ എനേബിൾ ചെയ്ത് കൊടുക്കണം, ആക്റ്റീവാക്കി കൊടുക്കണം. കുറച്ച് JDയുടെ ലോഗിനുകൾ പലതും ഇനാക്റ്റീവ് ആയിട്ടുള്ളത് സ്റ്റേറ്റ് അതിൻ്റെ ലോഗിൻ സ്റ്റേറ്റിൻ്റെ ഒരു ലോഗിൻ ID പാസ്വേഡ് ഉണ്ട്. അതിൽ നിന്ന് ആക്റ്റീവാക്കി അടുത്ത ദിവസം തന്നെ ആക്റ്റീവാക്കി തരാം. അത് ആക്റ്റീവാക്കി കഴിഞ്ഞാൽ കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ട്, അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തു. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് അഡ്മിനിൽ ചെയ്യാൻ കഴിയും. പണ്ട് സ്റ്റേറ്റ് അഡ്മിനിലൊക്കെ എല്ലാം കൂടി തരരുത്. അപ്പോൾ അത് പിന്നെ എന്ത് ചെയ്യുക, അത് മാനേജ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് അഡ്മിനിൽ പറ്റും. അത് പിന്നെ ഈ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തും പിന്നെ ജില്ലാ ലോഗിനിലും ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പിന്നെ ഈ പാസ്വേഡ് റീസെറ്റ് ഓരോ പ്രാവശ്യം കയറുമ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുക. റീസെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കയറാം. ഇതാണ് നമ്മുടെ പിന്നെ നമ്മുടെ ഡയറക്ടർ റൂറൽ ഡയറക്ടറുടെ ഒരു ലോഗിൻ ഉണ്ട്. ആ ലോഗിനിൽ നമ്മൾ ഇത്രയധികം കാര്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് മുഴുവൻ മാനേജ്മെൻറ്റും പറ്റും. നമുക്ക് അതിനകത്ത് പ്രത്യേക മറ്റ് ലോഗിനിൽ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ GPDP പോർട്ടലിലെ GPDP അത് ഗ്രാമസഭ അല്ലെങ്കിൽ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുത്ത് അതിനെ ഫ്രീസ് ചെയ്യും. വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനെ അൺഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് അഡ്മിനിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഒരു വ്യത്യാസം. പിന്നെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് GPDP പോർട്ടലിന് വേണ്ടി ഒരു ഗ്രാമസഭ കൂടി, ഒരു മീറ്റിംഗ് കൂടി, ആ മീറ്റിംഗ് പിന്നെ പ്രയർ പീരീഡ് കഴിഞ്ഞു പോയി, നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രയർ പീരീഡിലുള്ള ഡേറ്റിൽ ഷെഡ്യൂൾ ചെയ്യാൻ അത് JD ലോഗിനിലാണ് കഴിയുന്നത്. പിന്നെ JDക്ക് കത്ത് കൊടുത്ത് അത് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് അഡ്മിനിൽ പറ്റും. ഓക്കെ, പ്രയർ പീരീഡിലുള്ള സഭ. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഈ ഗ്രാമസഭകൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ GPDPയുടെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലിൽ കൊടുക്കരുത്. കാരണം പഞ്ചായത്ത് നിർണ്ണയ പോർട്ടലിൽ തീം പ്രയോറിറ്റൈസേഷനാണ് നടത്തുന്നത്. ആ തീം പ്രയോറിറ്റൈസേഷൻ നടത്തിയിട്ട് ആ തീമിൽ ഏതൊക്കെ ആക്ടിവിറ്റികൾ വെക്കണമെന്നുള്ള ആ ആക്ടിവിറ്റി
പരിപാടി അതായത് അന്തിമമാക്കി ടീം പ്രവർത്തകർ നടത്തുന്നത്. ഇതേ രീതിയിലുള്ള തെറ്റുകൾ ഇനി ഉണ്ടാകരുത്. ഓക്കെ, ഇത് ഡി ഡിയുടെ ഇതിപ്പോൾ DDLSTD അല്ലെങ്കിൽ JDLSTD ആയിരിക്കും അതിൻ്റെ ആ ലോഗിൻ കൈയാളുന്നത്. അതിനകത്ത് മറ്റൊന്നുള്ളത്, ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തുകളുടെ ഫോട്ടോസ് എല്ലാം മോഡറേറ്റ് ചെയ്യാനായിട്ടും അവിടെ സാധിക്കും, അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ്. ഇതാണ് JDയുടെ ലോഗിൻ എന്ന് പറയുന്നത്. ഈ ലോഗിനിൽ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. യൂസർ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും യൂസർ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. ഫെസിലിറ്റേറ്റർ മാനേജ്മെൻറ്റ് ഫുൾ ഉണ്ട്. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളെല്ലാം ചേർക്കണം. ഗ്രാമസഭ ഷെഡ്യൂൾ ഗ്രാമസഭ, then അപ്ഡേറ്റ് ഇലക്ടഡ് മെമ്പർ ഡീറ്റെയിൽസ്, then അപ്ഡേറ്റ് പഞ്ചായത്ത് ഒഫീഷ്യൽ ഡീറ്റെയിൽസ്, സെക്രട്ടറി ഡീറ്റെയിൽസ്, പ്രസിഡന്റ് ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യും. നിലവിൽ ഈ GPDP ഓരോ പഞ്ചായത്തിനും പ്രസിഡന്റിന്റെ വിവരങ്ങൾ അവിടെ ഓട്ടോ ക്യാപ്ചേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഈ ഓട്ടോ ക്യാപ്ചറായിട്ട് പ്രസിഡന്റ് വിവരങ്ങൾ പേര് വരണമെങ്കിൽ ഒരു കാര്യം കൂടി ഗ്രാമപഞ്ചായത്ത് ചെയ്യണം. ഗ്രാമപഞ്ചായത്തുകൾ അവരുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ വിളിച്ച് ചെക്കർ റീവെരിഫിക്കേഷൻ ചെയ്യാൻ കൂടി പറയണം. അത് മറന്നുപോയത്, ചെക്കർ റീവെരിഫിക്കേഷൻ കൂടി ചെയ്യണം. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇത് ഓർത്തിരിക്കുക. ബ്ലോക്ക് പഞ്ചായത്തുകൾ അതിൻ്റെ പരിധിയിൽ വരുന്ന മുഴുവൻ പഞ്ചായത്തുകളെ സെലക്ട് ചെയ്തിട്ട് ആ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ വിവരങ്ങൾ, പ്രസിഡന്റ് പേരുണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, മെയിൽ ഐ ഡി ഉണ്ടാവും. അത് കൃത്യമാണോ എന്ന് പരിശോധിക്കുക. അത് അവരുടെ ചെക്കറിന്റെ പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണോ എന്ന് നോക്കുക, ഒന്ന് ചോദിക്കുക. അത് ശരിയാണെങ്കിൽ അത് റീവെരിഫൈ ചെയ്ത് വിടുക. അതാണ്. അങ്ങനെ റീവെരിഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ GPDP പോർട്ടലിൽ പുതിയ പ്രസിഡന്റ് വിവരങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പഴയ പ്രസിഡന്റ് വിവരങ്ങളായിരിക്കും കാണുന്നത്. ഇനി ബ്ലോക്ക് വീഡിയോ ലോഗിൽ കിട്ടുന്നത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ലോഗിൽ കിട്ടുന്നത് ഇത്രയും വിവരങ്ങളാണ്. അവിടെ നമുക്ക് ബാക്ക് ഡേറ്റിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. വരാൻ പോകുന്ന ആ ഡേറ്റിൽ മാത്രമേ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് കഴിയൂ. അവിടെ ഫെസിലിറ്റേറ്റർ മാനേജ്മെന്റ് ഉണ്ട്. ഫെസിലിറ്റേറ്റർ മാനേജ്മെന്റിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫെസിലിറ്റേറ്റർ മാനേജ്മെന്റ് ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു GPDP പോർട്ടലിലെ മെനൂസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫെസിലിറ്റേറ്റർ മാനേജ്മെന്റ് ഉണ്ട്, വർക്കറുണ്ട്, ഷെഡ്യൂൾ സഭ, ഇത്രയും ഡീറ്റെയിൽസ് അവർക്കുണ്ട്. ഓക്കെ, ഇനി ഈ മൂന്ന് തലത്തിലുള്ള ഫെസിലിറ്റേറ്ററിന്റെ പണി എന്താണ്? അത് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന GPDP വേണ്ടിയുള്ള ഗ്രാമസഭ കൂടുന്ന അല്ലെങ്കിൽ മീറ്റിംഗ് കൂടുമ്പോൾ അതിന്റെ വിവരങ്ങൾ കൃത്യമായും ശേഖരിച്ച് ആ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഒന്നാമത്തെ വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ കാണിച്ചു തരാം. ഇതാണ് ആ വിവരം, ഫെസിലിറ്റി ഫീഡ്ബാക്ക്. ഇതാണ് ഈ ഫെസിലിറ്റി ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ നമ്പർ ഓഫ് പീപ്പിൾ പ്രസന്റ് ഇൻ ദ ഗ്രാമസഭ മീറ്റിംഗ്. അപ്പോൾ ഗ്രാമസഭ മീറ്റിംഗ് പങ്കെടുത്ത ആളുകളുടെ വിവരങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ GPDP ായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് GPDP പോർട്ടലിന് വേണ്ടി നമ്മൾ മുമ്പ് വികസന സെമിനാറിനെയാണ് ഈ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി, ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾ ഗ്രാമസഭ ഒരുപാട് ഗ്രാമസഭയുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പാടില്ല. കാരണം വാർഡ് ഗ്രാമസഭ നമുക്കറിയാം കുറച്ച് പേരെ വരുള്ളൂ. അല്ലെങ്കിൽ ഒരു 10-100 പേര് വരുന്ന ഗ്രാമസഭ ആണെങ്കിൽ, വാർഡ് ഗ്രാമസഭ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സ്പെഷ്യൽ മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടേണ്ടി വരും. സ്പെഷ്യൽ മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടി അതിന് കൃത്യമായിട്ട് ആ എണ്ണം കൊടുക്കണം. കാരണം ഈ എണ്ണം അവർ നോട്ടിഫൈ ചെയ്യുന്നതാണ്. പലപ്പോഴും മീറ്റിങ്ങിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ ഗ്രാമസഭ GPDP-യിലെ ഈ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിനെയൊക്കെ അങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. നമ്മൾ വളരെ മുന്നിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പറഞ്ഞാൽ ഈ എണ്ണം ഇതിനകത്താണ് നമുക്ക് വനിതകളുടെ എണ്ണം കൊടുക്കണം, SC ST പാർട്ടിഷൻ കൊടുക്കണം. അതുപോലെ തന്നെ SC ST പാർട്ടിസിപ്പേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ബാലസഭയുടെ വിവരങ്ങൾ കൊടുക്കണം. നോക്കാം, SC പാർട്ടിസിപ്പേഷൻ, അതുപോലെ SHGയുടെ വിവരങ്ങൾ കൊടുക്കണം. അതിനുശേഷം 5 നിർവഹണോദ്യോഗസ്ഥരുടെ വിവരങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാലസഭയുടെയും മംഗളസഭയുടെയും വിവരങ്ങൾ കൊടുക്കുന്നത്. അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ തീരുമാനങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അതും അപ്ലോഡ് ചെയ്യണം. പിന്നെ അതിന് താഴെ കാണുന്ന ചോദ്യം നോക്കുക. ഞാൻ എനിക്ക് വലുതാക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട്, അത് കാണാൻ പറ്റുന്നുണ്ടോ? റിവ്യൂ ഓഫ് കറണ്ട് നോക്കാം, ഇത്തിരി വലുതാക്കാം. ഓക്കെ, റിവ്യൂ ഓഫ്
ഫണ്ട് ആക്ടിവിറ്റീസ് ആൻഡ് ഫണ്ട് യൂട്ടിലൈസ്ഡ് കണ്ടോ. ഈ യെസ് എന്ന് കൊടുക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? നമ്മുടെ കൈ അങ്ങോട്ടൊന്ന് കൊണ്ടു ചെല്ലുന്നതിന് അതൊരു കാരണവശാലും അത് ടിക്ക് ചെയ്യത്തില്ല. അത് വേണ്ട, അത് ടിക്ക് ചെയ്തില്ല. അതൊക്കെ ടിക്ക് ചെയ്ത് വിട്ടേരെ. നിങ്ങൾ ചെയ്യുമ്പോൾ ആര് ചെയ്താലും അതങ്ങ് ടിക്ക് ചെയ്തു. ഡിസ്കഷനാണ് റിസോഴ്സ് ലൈക്കലി അവൈലബിൾ. അപ്പോൾ 26-27 വർഷം നമുക്ക് ലഭ്യമാക്കാനുള്ള ഫണ്ടുകൾ എത്ര, അതും കൊടുക്കണം. അതും നമ്മൾ ചർച്ച ചെയ്തില്ല. അതും നമ്മൾ അന്ത്യോദയമായിട്ട് ബന്ധപ്പെട്ട മിഷൻ അന്ത്യോദയമായിട്ട് ബന്ധപ്പെട്ട ഗ്യാപ്സിനെ സംബന്ധിച്ച് ഡിസ്കഷൻ ഉണ്ട്. അതും നടത്തിയിട്ടുണ്ടെന്നോട്ട് കൊടുത്തേക്കുക. കോറം ഓഫ് ദ സഭ അറ്റൻഡ്, അതും എസ് എന്ന് തന്നെ കൊടുക്കുക. അത് നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പ്ലാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അത് നോ കൊടുത്തിട്ട് ഫ്രീസ് ചെയ്താൽ പിന്നെ അത് അൺഫ്രീസ് ചെയ്യാനായിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഒരു കാരണവശാലും അത് നോ എന്ന് കൊടുക്കരുത്. അതുപോലെ റെസൊല്യൂഷൻ പാസ്ഡ് ആൻഡ് റെക്കോർഡഡ് ബൈ ദ ഗ്രാമസഭ GPDP, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത ഒരു സംഭവമാണ്. പല പഞ്ചായത്തുകളും നോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടേ ഇല്ലെന്ന്. അത്തരത്തിൽ എന്തിനാണ് കൊടുക്കുന്നത്? അവിടെ എസ് എന്ന് തന്നെ കൊടുക്കുക. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുമല്ലോ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഉണ്ടോ, അത് എസ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ജിയോ ടാഗ്ഡ് ഫോട്ടോസ് ഓഫ് ഗ്രാമസഭയുടെ ജിയോ ടാഗ്ഡ് ഫോട്ടോസും അതുപോലെ PIBയുടെ ഫോട്ടോസും അപ്ലോഡ് ചെയ്യുന്നത്. ഇനി താഴെ നമുക്ക് അപ്ലോഡ് സർപഞ്ച്, അതായത് പ്രസിഡന്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതിന് താഴെ സംഘ പ്ലഡ്ജിൽ നമ്മൾ ഈ പഞ്ചായത്ത് തന്നെ പോർട്ടലിൽ എന്താണോ നമ്മൾ തീം സെലക്ഷൻ നടത്തിയിട്ടുള്ള ആ തീമും അതിനെ കണക്ട് ചെയ്ത് വന്നിട്ടുള്ള അസോസിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള SDGs നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് കാണാൻ മാത്രമേ കഴിയുള്ളൂ. അത് നമുക്ക് പിന്നീട് അവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. പലരും പറയാനുണ്ട് GPDP പോർട്ടലിൽ ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് കുറേ ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇതൊന്നും അനങ്ങുന്നില്ല, ഇതിലും ഇതായിരിക്കും പറയാം. പക്ഷേ ആ വിവരങ്ങൾ മാത്രം ഇവിടെ ഫെച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ ഇതെല്ലാം കഴിയുമ്പോൾ ഇത് നമ്മൾ അന്തിമമാക്കി എല്ലാം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇഗ്രാം സ്വരാജ് പോർട്ടലിലേക്ക് വരിക. ഇഗ്രാം സ്വരാജ് പോർട്ടലിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പുതിയ ഒരു എന്താണ് ഡാഷ്ബോർഡാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇഗ്രാം സ്വരാജ് പോർട്ടലിൽ. ഇഗ്രാം സ്വരാജ് പോർട്ടലിൽ നമ്മൾ കയറുമ്പോൾ തന്നെ പുതിയ നമുക്ക് കഴിയും. ഓക്കെ, നമുക്ക് ലൈവ് തന്നെ പുതിയ ഒരു വിൻഡോയാണ് നമുക്ക് വരുന്നത്. ആ വിൻഡോയിൽ നമുക്ക് നമ്മുടെ ഈ JD തലത്തിലോ അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലോ റിവ്യൂ നടത്തുന്നതിന് വേണ്ടി കുറേ ഡേറ്റാസ് അവിടെ ഇപ്പോൾ ലഭ്യമാണ്. നേരത്തെ നമുക്ക് വളരെ കുറച്ച് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് ഡേറ്റ മാത്രമേ നമുക്ക് റിവ്യൂവിന് വേണ്ടി ലഭ്യമാവുള്ളൂ. ഇപ്പോൾ ധാരാളം ഡേറ്റ നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് ലഭ്യമാണ്. ഇത് പഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ ഇത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, ഇത് ഓൾ സ്റ്റേറ്റാണ്. കേരള സ്റ്റേറ്റ് എടുക്കുക. കേരള സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് നമുക്കിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഏത് ബ്ലോക്കാണ്? ഇപ്പോൾ അമ്പലപ്പുഴ ബ്ലോക്കിൽ പഞ്ചായത്തുകളുടെ ഉണ്ട്. ടോട്ടൽ 5 പഞ്ചായത്തുകൾ. എത്ര പഞ്ചായത്തുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? 5 പഞ്ചായത്തുകൾ. ഓക്കെ, അപ്രൂവ്ഡ് ആക്ടിവിറ്റി ഇത് 25-26 എത്ര ആക്ടിവിറ്റികളുണ്ട്? അപ്രൂവ്ഡ് ആക്ടിവിറ്റി എത്ര ഗ്രാമസഭ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്? ഇത് കൃത്യമായിട്ട് നമുക്ക് ബ്ലോക്ക് തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ മോണിറ്റർ ചെയ്യാനായിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു പുതിയ ഒരു അപ്ഡേഷനാണ്. ഈ ഗ്രാം സ്വരാജ് പോർട്ടലിൽ ഒരു പുതിയൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. പോർട്ടലിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പോർട്ടലിനുള്ളിൽ നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു 2 രീതികൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. ഒന്ന് നമുക്ക് തീം ആക്ടിവിറ്റി രജിസ്റ്റർ ചെയ്യാം, അല്ല നമുക്ക് PD അതായത് ഇൻഡിക്കേറ്റർ ബേസിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇൻഡിക്കേറ്റർ ബേസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെല്ലാം ആക്ടിവിറ്റി ഉണ്ടോ ആ ആക്ടിവിറ്റികളെല്ലാം അവിടെ ഓട്ടോ ലിസ്റ്റ് ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണം. നമ്മൾ ഇതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ് നമുക്ക് മെനു എന്ന് പറഞ്ഞ ഫോമിലേക്കാണ് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് പ്ലാന് ഇവിടെ ആക്ടിവിറ്റി പൂൾ വരുന്നു. രജിസ്റ്റർ ആക്ടിവിറ്റി തീം വൈസ് ഉണ്ട്, അതുപോലെ PI ഇൻഡിക്കേറ്റർ വൈസ് ഉണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ ഇത് അറിയാവുന്ന സംഭവമാണ്. ഇൻഡിക്കേറ്റർ വൈസ് നമുക്ക് നോക്കാം.
ഇൻഡിക്കേറ്റർ വൈസ് വരുമ്പോൾ നോക്കാം ആ പഞ്ചായത്തിന് നിലവിൽ ഏതൊക്കെ വീക്കായിട്ടുള്ള പിന്നെ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നോക്കാം, സെലക്ട് പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡിക്കേറ്റർ. നോക്കിയ ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പോൾ എൻ്റെ കൃഷ്ണ പഞ്ചായത്തിലെ വീക്ക് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ബി ഗ്രേഡും ഡി ഗ്രേഡും ഉള്ള സി ഗ്രേഡും ഡി ഗ്രേഡും ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഓക്കെ പെർസെൻറ്റേജ് ഇൻക്രീസിന് OSRന്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് അത് വളരെ കുറവാണ് എൻ്റെ പഞ്ചായത്ത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ആക്ടിവിറ്റി എടുക്കണം, അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ആക്ടിവിറ്റികളുണ്ട് നോക്കിയേ. ചാർജസ് ആൻഡ് ഫീസ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ഓൺ ISO സർട്ടിഫിക്കേഷൻ, അങ്ങനെ 4 ആക്ടിവിറ്റി ഉണ്ടോ. അപ്പോൾ അത് നമുക്ക് വീക്കായിട്ടുള്ള ഏതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ ഓൾറെഡി അവിടെ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താണ് നമുക്ക് തുക വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ തുക വെച്ചിട്ട് നമുക്കത് ആ ഇൻഡിക്കേറ്ററിൻ്റെ നിലവിലുള്ള ഗ്രേഡിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇത് നമ്മുടെ തീം വൈസ് ഇൻഡിക്കേറ്റർ വൈസ്. അടുത്തത് തീം വൈസ് ആക്ടിവിറ്റി. തീം വൈസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമുക്കറിയാവുന്നതാണ്. നമ്മളൊരു തീം സെലക്ട് ചെയ്യുന്ന ആ തീമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആക്ടിവിറ്റികൾ നമ്മൾ സെലക്ട് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇപ്പം റോഡ് എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ് എടുക്കണമെങ്കിൽ റോഡുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി റോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആക്ടിവിറ്റികൾ നമുക്ക് കിട്ടും. ഓക്കെ, അതിന് വരിക. അതിന് താഴെ ഒന്ന് ലിസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് മൊത്തം ലിസ്റ്റ് നമുക്ക് ലഭ്യമാണ്. അത് എക്സലോ PDF നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കിട്ടുക. അതിലെ ഓരോ ഇൻഡിക്കേറ്റേഴ്സിനും കിട്ടിയ മാർക്ക് സഹിതം അവിടെ കൊടുക്കും. സി ഗ്രേഡ് കൊണ്ടാ ഡി ഗ്രേഡ്, അതിന് കിട്ടിയ മാർക്ക് സഹിതം കൊടുക്കണം. അപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിന് നമുക്ക് അതിൻ്റെ ഗ്രേഡ് കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് ആക്ടിവിറ്റികൾ ഏറ്റെടുക്കാം. ഇനിയുള്ളത് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ആക്ടിവിറ്റി സമ്മറി റിപ്പോർട്ട്. 5 തരത്തിലുള്ള റിപ്പോർട്ട്. നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തീം വൈസ് സമ്മറി റിപ്പോർട്ടായിട്ട് 5 തരത്തിൽ തീം വൈസ് ആക്ടിവിറ്റി സമ്മറി റിപ്പോർട്ടുണ്ട്, ഫോക്കസ് ഏരിയ വൈസ് റിപ്പോർട്ടുണ്ട്, ഇൻഡിക്കേറ്റർ വൈസ് റിപ്പോർട്ടുണ്ട്, ഇൻഡിക്കേറ്റർ വൈസ് വിത്ത് നോ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻഡിക്കേറ്റർ വിത്ത് നോ ആക്ടിവിറ്റീസ്, ഇൻഡിക്കേറ്റർ വൈസ് ആക്ടിവിറ്റി സമ്മറി, ദെൻ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റി. ഇങ്ങനെ 5 തരത്തിൽ നമുക്ക് സമ്മറി കിട്ടും. അത്തരത്തിൽ സമ്മറി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലാൻ നമുക്ക് തയ്യാറാക്കാനായിട്ട് കഴിയും. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത അതാണ്. മറ്റൊന്ന് ആക്ടിവിറ്റി സ്പേഷ്യൽ പ്ലാനിങ് ആണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു മെയിൻ്റനൻസ് നടത്തണം. ആ പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി ആ അസറ്റിനെ മുൻകൂട്ടി തന്നെ നമുക്ക് പിന്നെ ജിയോ ടാഗ് ചെയ്തുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്യുന്നത്. അത് പുതിയതായിട്ട് വന്നിട്ടില്ല, അത് ആക്ടിവേറ്റ് ആകുന്നേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അസറ്റ് മുമ്പേ തന്നെ അതിനകത്ത് കയറും. അത് എന്തിനാണ് അങ്ങനെ സ്പെഷ്യൽ പ്ലാനിങ് കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി. നമുക്ക് ഈ അസറ്റ് രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ് നമ്മുടെ പഞ്ചായത്തുകളുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ അസറ്റിനെ തന്നെ വീണ്ടും ജിയോ ടാഗ് ചെയ്ത് അതിനകത്ത് കയറ്റുന്നത്. അപ്പോൾ അസറ്റ് ഡയറക്ടറിൽ അവരുടെ നാഷണൽ അസറ്റ് ഡയറക്ടറിയിൽ ഈ അസറ്റുകളുടെ ഡ്യൂപ്ലിക്കേഷൻസ് ഒരുപാട് വന്നു. അതുകൊണ്ടാണ് അതവർ കൺട്രോൾ ചെയ്യുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് നിലവിൽ അത് അസറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം അത് സ്പേഷ്യൽ പ്ലാനിങ് ആക്കി മാറ്റിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പുതിയൊരു തീം വന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് VPRP പിന്നെ ഇപ്പോൾ ആക്ടിവിറ്റി ആണോ എന്നുള്ളത് ആണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ആക്ടിവിറ്റി തീം വൈസ് ആക്ടിവിറ്റി റോഡ് നമുക്ക് എടുക്കാം. അസറ്റ് നോക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ പ്രാവശ്യം പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ആക്ടിവിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയുടെ പേര് തന്നെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പഞ്ചായത്തുകളും ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷന് പകരമായിട്ട് JJFFI ഒക്കെ ചുമ്മാ കൊടുക്കും. ചുമ്മാ എന്തെങ്കിലും അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് കുത്തിട്ട് കൊടുക്കും, സുലേഖൽ ചെയ്യുന്നുള്ള പരിപാടി. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ആ പരിപാടി ഇല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കുത്തിടേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആ ആക്ടിവിറ്റിയുടെ പേര് വരും. ഇനി ആക്ടിവിറ്റിയുടെ പേര് മാറ്റേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയുടെ പേര് കൊടുക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. VPRP ആക്ടിവിറ്റി പ്ലാൻ ആണെങ്കിൽ അത് yes എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് പുതിയ ഒരു മാറ്റം.
ആ നമ്മൾ എടുക്കുന്ന ആക്ടിവിറ്റിക്ക് അത് പഞ്ചായത്ത് ഏതെങ്കിലും ഇൻഡിക്കേറ്ററുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇല്ല, ഇവിടെ ഇതിനൊന്നുമില്ല. ഇത് റിമാർക്കബിളി ഫോർ എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് ഓൾ ഉണ്ട്, ജനറൽ ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ പഞ്ചായത്തിനെ SC/STയുടെ പ്രോജക്റ്റ് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും SC/ST സെലക്ട് ചെയ്യരുത്. അതെന്ത് നമ്മുടെ റിസോഴ്സ് എൻവലപ്പിൽ നമ്മുടെ 16th ഫിനാൻസ് കമ്മീഷൻ ചേർത്തിരിക്കുന്ന ജനറൽ കാറ്റഗറിയിൽ മാത്രമാണ്. അതുകൊണ്ട് SC/STക്ക് വേണ്ടി ഒരു ആക്ടിവിറ്റി തയ്യാറാക്കുകയാണെങ്കിൽ ഓൾവേസ് സെലക്ട് ചെയ്യണം. ഇത് മാൻഡേറ്ററി ആണ്. ഇവിടെ റെഡ് ആസ്ട്രിക്സ് വന്നിട്ടുള്ള മുഴുവനും മാൻഡേറ്ററി ആണ്. ഈ അടുത്ത ടാർഗറ്റ് പോപ്പുലേഷൻ മാൻഡേറ്ററി അല്ല, അത് ഓപ്ഷണലാണ്. അത് വേണമെങ്കിൽ മാത്രം അത് സെലക്ട് ആക്കി അവർ മതി. അടുത്ത ഫണ്ടിങ് ആൻഡ് ടൈം ലൈൻ അത് ഒരു പുതിയ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈസ് ദിസ് ആക്ടിവിറ്റി ഡയറക്ട്ലി ഫണ്ടഡ് ബൈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സ് എൻവലപ്പിലെ ഫണ്ട് ഉപയോഗിച്ച് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റികളാണ്. നമുക്ക് റോഡ് ചെയ്യുന്നു, നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ബേസിക് ഗ്രാന്റ് ഉപയോഗിച്ച് റോഡ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ യെസ് എന്ന് കൊടുക്കും. ഒരു പിന്നെ ഫണ്ടൊന്നും കൊടുക്കുന്നില്ല, അത് ലൈൻ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ആയതുകൊണ്ട് അതിനെ നമ്മൾ നോ എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലാഗ്ഷിപ്പ് ആക്ടിവിറ്റികൾ ഏകദേശം 123 ഫ്ലാഗ്ഷിപ്പ് ആക്ടിവിറ്റികളും അതുപോലെ കോസ്റ്റ് ആക്ടിവിറ്റികളും ചേർന്ന് വരുന്നതുകൊണ്ട് പക്ക ഫ്ലാഗ്ഷിപ്പ് ആക്ടിവിറ്റികളുണ്ട്. ഇതിനകത്ത് VBG റംജി വെച്ച് വരുന്ന ആക്ടിവിറ്റികളെല്ലാം തന്നെ അത്തരത്തിൽ ഫ്ലാഗ്ഷിപ്പ് ആക്ടിവിറ്റിയാണ്. അത് കൺവർജൻസിന് വേണ്ടിയും കൂടെ ആണ് അത്തരത്തിലുള്ള കുറേ ആക്ടിവിറ്റികളിനകത്ത് ഇട്ടിരിക്കുന്നത്. ഈ എസ്റ്റിമേറ്റ് കംപ്ലീഷൻ ടൈം ഓഫ് ആക്ടിവിറ്റി എത്ര വർഷം എടുക്കുന്നു, എത്ര മാസം എടുക്കുന്നു, എത്ര ദിവസം എടുക്കുന്നു, ആ വിവരമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്നാണ് ആക്ടിവിറ്റി തുടങ്ങുന്നത്. അടുത്തത് ഈ ആക്ടിവിറ്റി കൊണ്ട് പ്രയോജനം ആർക്കൊക്കെയാണ് എത്ര പേർക്കാണ് ലഭിക്കുന്നത്, അതിൽ SC എത്ര, ST എത്ര, ജനറൽ എത്ര, അത് നമ്മൾ കൊടുക്കുന്നു. അത് അസറ്റാണ്. ഓക്കെ, അസറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഏതാണ് അസറ്റ്? ഇമ്മൂവബിൾ അസറ്റാണ്. അത് റോഡ് ആണെങ്കിൽ റോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് റോഡ് ഏതാണ് കോൺക്രീറ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് ഈ പ്രാവശ്യം മുതൽ അത് കൃത്യമായിട്ട് നമുക്ക് അത് വാലിഡേറ്റ് ചെയ്യത്തില്ലായിരുന്നു, ഓർത്തോണം. കൃത്യമായിട്ട് കൊടുക്കണം. റോഡിന്റെ നീളം കൃത്യമായിട്ട് 135 മീറ്റർ ആണെങ്കിൽ 135 മീറ്റർ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുക കൊടുക്കുന്നു. ദെൻ എൻ്റെ ഏരിയ എവിടെയാണ്, അതിൻ്റെ വില്ലേജ് എവിടെയാണ് വരുന്നത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് 1 കൊടുക്കാം, കാരണം ഇവിടെ ഒരു റോഡേ ഉള്ളൂ. അവിടെ 1 കൊടുക്കണം. ഇവിടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 135 കൊടുക്കും. അങ്ങനെ കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് അത് സേവ് ചെയ്യാം. ഓക്കെ, അസറ്റ് സേവ് ചെയ്തതിന് സേവ് ആൻഡ് ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ പ്ലാനറിലേക്ക് പോകും. അങ്ങനെ ആക്ടിവിറ്റികളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം ഒരെണ്ണം കൂടി കാണിക്കാം. ഓക്കെ, സമയമില്ല, പോട്ടെ. അപ്പോൾ ഇതിനകത്ത് നോക്കി ഇതെല്ലാം ഓട്ടോ പോപ്പുലായിട്ടാണ് വരുന്നത്, നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല, ഓർത്തോണം. ഓക്കെ, ആക്ടിവിറ്റികളെല്ലാം ഓട്ടോ പോപ്പുലേറ്റാണെന്നുള്ള ഓർമ്മ വേണം. പഞ്ചായത്ത് അഡ്വാൻസ് ഇൻഡെക്സ് എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അറിയാൻ വയ്യാത്ത ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇതിനകത്ത്. അടുത്തത് നമ്മുടെ വീക്ക് ആക്ടിവിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട വീക്ക് ആക്ടിവിറ്റി ഞാൻ കാണിച്ചു എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ട് ആക്ടിവിറ്റികൾ, 2 കാര്യങ്ങളുണ്ട്. ആക്ടിവിറ്റിയുടെ കളർ അത് നമുക്ക് 25-26 ഉണ്ടായിരുന്നു. ഒന്ന് പിങ്ക് കളർ, ഇൻഡിഗോ കളറിൽ വരും, ഒന്ന് ഡാർക്ക് ബ്ലൂ കളറിൽ വരും. ആ ഇൻഡിഗോ കളറിലുള്ളതെന്ന് പറഞ്ഞാൽ അതിന് ഗ്രാമപഞ്ചായത്ത് ലെവലിലുള്ള ആക്ടിവിറ്റീസ് മാത്രമാണ്. ഓക്കെ, ഇൻഡിഗോ കളർ. ഡാർക്ക് ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ അത് കോമൺ ആക്ടിവിറ്റീസാണ്. അത് ഓർത്ത് വെച്ചോ നിങ്ങൾ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു സമ്മറി റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇതൊരു സമ്മറി റിപ്പോർട്ടാണ് കേട്ടോ. ഫോക്കസ് ഓർ സബ്ജക്റ്റ് ഏരിയ വൈസ് നമ്മുടെ മറ്റൊരു തീം വൈസ് സമ്മറി റിപ്പോർട്ട് ഉണ്ട്, ഇൻഡിക്കേറ്റർ വൈസ് ആക്ടിവിറ്റി സമ്മറി റിപ്പോർട്ട്. ഇതെല്ലാം ഈ പ്രാവശ്യം കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്രാമപഞ്ചായത്ത് പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് അപ്രൂവലിന് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അതിനകത്തൊരു വാലിഡേഷൻ, പുതിയതായിട്ടുള്ള വാലിഡേഷൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫണ്ടിന്റെ വകയിരുത്തൽ കൃത്യമായിട്ട് 44 അത് ആ ഒരു കൂടുതൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് നോക്കും. മറ്റൊന്നുകൂടി ഓർത്തിരിക്കണം, ONMുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആക്ടിവിറ്റികൾ നമ്മുടെ സാനിറ്റേഷനും പിന്നെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ONMുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ ഏതെടുത്തിരുന്നാലും അതിൻ്റെ ആക്ടിവിറ്റി ടൈപ്പ് വരുന്നത് ഓപ്പറേഷനിലായിരിക്കും. ചിലത് മാത്രമേ അസറ്റിൽ പോകത്തുള്ളൂ, ചിലതിൽ ഓപ്പറേഷനിലായിരിക്കും. അങ്ങനെയുള്ള ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിന്
ടൈഡ് ഗ്രാൻഡിന്റെ 3% മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും 3% പ്ലാൻ ചെയ്യാൻ പറ്റാതെ വരും. അത് എറർ ആവുകയും ചെയ്യും. അത് നമുക്ക് ആദ്യം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാനും പറ്റത്തില്ല, ഇംപ്ലിമെന്റിംഗ് ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഓപ്പറേഷണലായിട്ട് എടുക്കുന്ന ടൈഡ് ഗ്രാൻഡിന്റെ ആക്ടിവിറ്റികൾക്ക് നിങ്ങളുടെ ടൈഡ് ഗ്രാൻഡിന്റെ 3% കൂടുതൽ ഒരു കാരണവശാലും യൂട്ടിലൈസ് ചെയ്യരുത്. അത് നമ്മൾ 15-ാം തീയതി നടന്ന ഒരു MODWS എന്ന് പറയുന്ന അവരാണ് ഇത് ഗ്രാൻഡ് യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അവരുടെ അതുമായിട്ട് ആ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പങ്കെടുത്തിരുന്നു. അതിലാണ് അവർ പറഞ്ഞ ഒരു സംഗതിയാണിത്, 3% മാത്രമേ പാടുള്ളൂ എന്നുള്ളത്. ഇനി അതിൽ കൂടുതൽ നമുക്ക് വേണ്ടി വരികയാണെങ്കിൽ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഈ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ONM വേണ്ടി കൂടുതൽ തുക വകയിരുത്തിന് വേണ്ടി 10% ബേസിക് ഗ്രാൻഡിൽ നിന്ന് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊപ്പോസൽ MODWS കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ഗ്രാൻഡിൽ 10% നമുക്ക് ഈ പറഞ്ഞ ONM വേണ്ടി ഉപയോഗിക്കാം, ടൈഡ് ഗ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾക്ക്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് മിനിമം 2 ആക്ടിവിറ്റിയെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഒരു സപ്ലിമെന്ററി പ്ലാൻ തയ്യാറാക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് 2 ആക്ടിവിറ്റി തയ്യാറാക്കി വെച്ചിട്ട് ഈ ഇതിലെ ഒരു ആക്ടിവിറ്റി എനിക്ക് റിവൈസ് ചെയ്യണം, പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല. രണ്ട് ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് റിവൈസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ഡമ്മി ആയിട്ട് ഒരു ആക്ടിവിറ്റി ജസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് പ്ലാനറിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് റിവൈസ് ചെയ്യേണ്ട പ്ലാൻ അത് തിരിച്ച് വിട്ട് റിവൈസ് ചെയ്യുക, എന്നിട്ട് റിവൈസ് ചെയ്ത് വീണ്ടും പ്ലാനറിൽ കൊണ്ടുവന്നിട്ട് ഡമ്മിയായിട്ട് ചെയ്ത ആക്ടിവിറ്റി ഡിലീറ്റ് ചെയ്ത ആളാണ്. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, 21-22 മുതൽ 25-26 വരെ ഇങ്ങനെ ഡമ്മി ആയിട്ടോ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ആളാണ്. ഒരു കാരണവശാലും ചിലവഴിയാത്ത ഒരു ആക്ടിവിറ്റികൾ പോലും ഇട്ടേക്കാൻ പാടില്ല. ചിലവഴി എന്ന് പറഞ്ഞാൽ മീൻസ് ആവശ്യമില്ലാത്ത ആക്ടിവിറ്റി ഒരു കാരണവശാലും ഇട്ടേക്കരുത്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികൾ കിടക്കും. ഓക്കെ, ഇനി നമ്മൾ ഇ-ഗ്രാസ് പോർട്ടലിലെ ആക്ടിവിറ്റി തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നില്ല. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ദിസ് ആക്ടിവിറ്റി ഡയറക്ട്ലി ഫണ്ടഡ് ബൈ പഞ്ചായത്ത്. അത് ഞാൻ പറഞ്ഞു തോന്നുന്നു. ഓക്കെ, പിന്നെ SC/ST കാര്യം ഞാൻ പറഞ്ഞു. റിമാർക്കബിൾ ഫോർ എന്ന് പറയുന്നതിനകത്ത് ഉണ്ടാവും ഞാൻ പറഞ്ഞു, അത് പറഞ്ഞു. ഇനി ആക്ടിവിറ്റി ഡെലിഗേഷൻ ഉണ്ട്. അതായത് ഹയർ ടയർ ലെവലിൽ നിന്ന് ലോവറിലേക്ക് മാത്രമേ ഡിസ്ട്രിക്ട് ടു ബ്ലോക്ക് GP, ബ്ലോക്ക് പഞ്ചായത്ത് ടു GP മാത്രമേ ആക്ടിവിറ്റി ഡെലിഗേഷൻ അനുവദിക്കത്തുള്ളൂ. സംയുക്ത പ്രോജക്റ്റുകൾക്ക് ആ രീതി മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഒരു കാരണവശാലും ഈ സംയുക്ത പ്രോജക്റ്റുകളുടെ തുക സെക്രട്ടറിമാരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കരുത്. തെറ്റായ രീതിയാണ്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പോർട്ടൽ വഴി തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ വൗച്ചർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ചെയ്യുകയും ആ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ജില്ലാ പഞ്ചായത്ത് കൊടുക്കുന്നതെങ്കിൽ ട്രാൻസ്ഫർ റെസിപ്റ്റ് വഴി അവർ ഓട്ടോ റെസിപ്റ്റായിട്ട് അവർ അത് സ്വീകരിച്ച് വേണം അവർ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഡെലിഗേഷൻ ചെയ്യുമ്പോൾ 2ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കുറച്ച് തുക ആദ്യം കൊടുക്കുകയും അങ്ങനെ തുക കൊടുത്താൽ മാത്രമേ, കാരണം താഴെത്തട്ടിലുള്ള ഡെലിഗേറ്റഡ് ആയിട്ടുള്ള ആ പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2ാമത്തെ പേയ്മെൻറ്റ് ഫൈനൽ ബില്ല് വന്നതിന് ശേഷം കൊടുക്കുന്നതാണ് നല്ലത്. കാരണം കൂടുതൽ തുക കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 10 ലക്ഷം രൂപയും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 8 ലക്ഷം രൂപ ചിലവഴിക്കത്തുള്ളൂ. ബാക്കി 2 ലക്ഷം രൂപ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ആ ഗ്രാമപഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ വെറുതെ കിടക്കും. ഇതാണ് വിഷയം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നിങ്ങൾക്കത് കാണിച്ചു തരാം. ജസ്റ്റ് എന്തൊക്കെയാണ്. 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സങ്കല്പം, 2ാമത്തെ GPDP, ദെൻ പ്രൊഫൈൽ മോഡിഫൈ ചെയ്യുന്നു, ദെൻ ബ്ലോക്ക് ലെവൽ ഓറിയന്റേഷൻ ലെവൽ ഇപ്പോൾ ഇല്ല, പിന്നെ ബജറ്റ് അലൊക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഓക്കെ, ഇനി മോണിറ്ററിംഗ് മെക്കാനിസം ആണ്, ഇത് ഞാൻ കാണിച്ചു, ജസ്റ്റ് കാണിച്ചു. ഇനി നമ്മുടെ DWS ബന്ധപ്പെട്ട ആ മീറ്റിങ്ങിൽ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കൺവെർജൻസ് ആക്ടിവിറ്റികൾ നമ്മൾ SBM ജലജി മിഷനുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ആക്ടിവിറ്റികൾ എടുക്കണം, അത് നിർബന്ധമായിട്ട് ഇതിനകത്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 76ഓളം. അപ്പോൾ ധാരാളം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് ONM ബന്ധപ്പെട്ട് ധാരാളം ആക്ടിവിറ്റി ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ അങ്ങനെ പറയാൻ
കാര്യം അത് കൂടുതൽ അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ എടുത്ത് കൂടുതൽ തുക എടുത്ത് വകയിരുത്തി വിട്ടുകളായിരുന്നു 3% കൂടുതൽ. ഓക്കെ, കുറേ ആക്ടിവിറ്റികളുണ്ട് അത്ര. അതുപോലെ നമ്മുടെ CFR ബൗണ്ടറിയായിട്ട് ഡിമാർക്കേഷൻ ഓഫ് CFR ബൗണ്ടറി, നമ്മുടെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആക്ടിവിറ്റികൾ 44 ആക്ടിവിറ്റികളോളം ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറേ ആക്ടിവിറ്റികൾ എടുക്കാവുന്നുണ്ട്. ഇത് എടുക്കാണ്. 364.07 കോടി രൂപ, അത്രയും കോടി രൂപ നിലവിൽ ഈ പഞ്ചായത്തുകളുടെ അക്കൗണ്ടുകളിൽ അൺസ്പെൻഡ് ബാലൻസ് നമുക്ക് അതിനെ വിളിക്കാൻ കഴിയില്ല. കാരണം അതിനകത്ത് ഒരു പകുതി, ഒരു 60% അൺസ്പെൻഡ് ബാലൻസ് എന്ന് പറയാം. ബാക്കിയുള്ള 40% എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു 50% എന്ന് പറഞ്ഞു ഓൺ ഗോയിങ് ആയിട്ട് നടന്നു പോകുന്ന ആക്ടിവിറ്റികളിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പൈസയാണ്. അപ്പം നമുക്ക് ഇനി എന്താണ് ഇതിനെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഈ നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് പറയാം. അത് 21-22, 22-23 ഇ-ഗ്രാം സ്വരാജ് പോർട്ടലിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ കഴിയില്ല. അത് ഡിസ്കണ്ടിന്യൂഡ് ആണ്. അത് മാർച്ച് 31 വരെ ചെയ്യാൻ കഴിയുമായിരുന്നു. അത് സ്പെഷ്യൽ പെർമിഷൻ നമുക്ക് സ്റ്റേറ്റ് അഡ്മിൻ വഴി സ്പെഷ്യൽ പെർമിഷൻ കൊടുത്ത് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. അത് കഴിഞ്ഞുപോയി. ഇനി ചെയ്യാനായിട്ട് അത് വഴിയില്ല, അത് സ്റ്റോപ്പ് ചെയ്തിരിക്കാം. 20-24 മുതൽ പ്ലാൻ ചെയ്യാം. പക്ഷേ 20-24 മുതൽ 25-26 വരെ പഞ്ചായത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 90% പഞ്ചായത്തും ഓൾറെഡി ഒരു മെയിൻ പ്ലാനും 4 സപ്ലിമെൻ്ററി പ്ലാനുമാണ് എടുക്കാൻ കഴിയുന്നത്. മിക്കവാറും ഉള്ള പഞ്ചായത്തുകളെല്ലാം തന്നെ 5 പ്ലാനുകളും എടുത്തിട്ടുണ്ടാവും. ഇതിനോടൊപ്പം തന്നെ എല്ലാവരും പ്ലാൻ എടുത്തിട്ടുണ്ടാവും. ഇനി എടുക്കാൻ 4ാമത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പോലും, ഇനി 5ാമതൊരു സപ്ലിമെൻ്ററി പ്ലാൻ അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങിച്ചാൽ പോലും ഈ 120 വാലിഡേഷൻ അതിനകത്ത് കിടക്കുന്നിടത്തോളം കാര്യം സപ്ലിമെൻ്ററി പ്ലാൻ എടുക്കാൻ നിലവിൽ പറ്റില്ല. പല പഞ്ചായത്തും ഞാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സപ്ലിമെൻ്ററി പ്ലാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ എന്ത് ചെയ്യണം? നിലവിൽ ടോട്ടൽ അലോക്കേറ്റഡ് ഫണ്ട്, അതായത് ഞാൻ ഒരു മെയിൻ പ്ലാനും ഇപ്പോൾ 4 സപ്ലിമെൻ്ററി പ്ലാനും എടുത്തെന്ന് കരുതുക. ഈ 5 പ്ലാനിലും ടോട്ടൽ അലോക്കേറ്റഡ് ആയിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത്, ആക്ടിവിറ്റിയുടെ ടോട്ടൽ അലോക്കേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് ബജറ്റ് അലോക്കേഷനകത്തോട്ട് കുറച്ചുകൊണ്ട് നിലവിൽ 120 എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് പല ആക്ടിവിറ്റികൾ ഓൺ ഗോയിങ്ങിലായിരിക്കും. പലതിൻ്റെ തേർഡ് സ്റ്റേജ് ഇനി അബാൻഡൻ ചെയ്യാൻ പറ്റും. അബാൻഡൻ ചെയ്ത് കുറച്ച് കൊണ്ടുവരാനും പറ്റില്ല. അവർക്ക് സപ്ലിമെൻ്ററി പ്ലാൻ എടുക്കാനും കഴിയില്ല. ഇതാണ് അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ. ഈ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായോഗിക ഒരു മാർഗം എന്ന് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 21-22 മുതൽ 22-23 വരെ നിലവിൽ ഓൺ ഗോയിങ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ നിന്ന് ഒരു നിശ്ചിത സമയത്തിനകം നമ്മൾ പൂർത്തിയാക്കിയേ പറ്റൂ. അത് നമുക്കിനി 16 ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റ് കിട്ടണമെങ്കിൽ ഇതല്ലേ മാർഗമുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. അവർ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, അത് 10% കൂടാൻ പാടില്ല. അപ്പം നമുക്ക് 100% ചെലവഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഈ 21 മുതൽ 24-25 വരെയുള്ള നിലവിൽ ഓൺ ഗോയിങ് ആയിട്ട് കിടക്കുന്ന ആക്ടിവിറ്റികൾ പൂർണ്ണമായിട്ടും കംപ്ലീഷൻ കൊടുത്തിരിക്കണം. അത് നിർബന്ധമായിട്ടും നിലവിൽ ഓൺ ഗോയിങ് ആയിട്ടുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്ലാനിങ് എന്ന് സ്റ്റോപ്പ് 21-22 മുതൽ 24-25 വരെയുള്ള പ്ലാനിങ് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഈ പറയുന്ന അൺസ്പെൻഡ് ബാലൻസ് എന്ന് പറയുന്നത് എടുക്കാൻ പറ്റത്തുള്ളൂ. അൺസ്പെൻഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്ക് എടുക്കുന്ന തെറ്റല്ലേ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ 20-24 ഇനി 10 ലക്ഷത്തിൻ്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതിൽ ഓൺ ഗോയിങ് ആക്കി ഇട്ടിട്ട് അൺസ്പെൻഡ് ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവിടെ 10 ലക്ഷം ഓൺ ഗോയിങ് ആണ്. ചിലപ്പോൾ ചിലവ് വരുന്നത് ചിലപ്പോൾ അതിനകത്ത് ഒരു 6 ലക്ഷം രൂപ കാണത്തുള്ളൂ. നമ്മൾ ഈ കാരിയോർ എടുത്ത് വേറെ പ്രോജക്റ്റ് തയ്യാറാക്കിയതിന് ശേഷമായിരിക്കും അവിടെ കംപ്ലീഷൻ നടക്കുന്നത്. 4 ലക്ഷം രൂപ അവിടെ കിടക്കും. അവിടെ 100% ചിലവാക്കാൻ പറ്റത്തില്ല. ആ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും അത് എത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ടും 24-25 വരെയുള്ള മാഡം അത് നേരത്തെ പറഞ്ഞു പൂർത്തിയാക്കിയേ പറ്റൂ. ഇനി ആ ഒരു എക്സ്ക്യൂസ് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് ഇപ്പൊ തമിഴ്നാടിനും കർണാടകയും കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ്. അത് നമ്മൾ ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് തരും. തരത്തിൽ ഇത്രയും ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മാർഗം തരും. അപ്പോൾ അത്തരത്തിൽ OB ആയിട്ട് നമുക്ക് ചേർത്ത് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രൊവിഷനോടുകൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക്
എന്താണ് ഒരു ഒരു പെർമിഷൻ, സ്പെഷ്യൽ പെർമിഷൻ തരികയാണ് നമ്മുടെ സ്റ്റേറ്റ് അഡ്മിനിൽ നിന്നും ഈ പറഞ്ഞ അൺസ്പെൻഡ് ബാലൻസ് തുക മുഴുവനും ആഡ് ചെയ്തോ എന്നൊരു പെർമിഷൻ കിട്ടുവാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് 25-26 തന്നെ പ്ലാൻ ചെയ്യാം. മാത്രമല്ല 25-26 പ്ലാൻ ചെയ്യാൻ 10% പഞ്ചായത്തിന് പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 25-26 വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാകത്തുള്ളൂ. മുമ്പുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 4 ടയർ സിസ്റ്റം ആയിരുന്നു അക്കൗണ്ടിംഗ് സിസ്റ്റം. 6 ടയർ സിസ്റ്റം 25-26 ഏർപ്പെടുത്തിയത് ഏകദേശം പ്ലാനിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് പകുതിയായപ്പോഴാണ്. അപ്പോഴേക്കും ഈ എന്ത് ചെയ്ത് 25-26 അപ്രൂവ്ഡ് ആയിട്ട് കിടക്കുന്ന പല ആക്ടിവിറ്റികൾക്ക് AS കൊടുക്കാൻ പറ്റാതായി. അങ്ങനെ വന്നപ്പോൾ ഈ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ആ പഞ്ചായത്തുകളെല്ലാം ഈ ആക്ടിവിറ്റികൾ ഡിലീറ്റ് ചെയ്തു. ഓരോ പേയ്മെന്റ് വരുമ്പോഴും ആക്ടിവിറ്റി ഡിലീറ്റ് ചെയ്യും, ഒരു സപ്ലിമെന്റ് പ്ലാൻ. പിന്നെ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഒരു സപ്ലിമെന്റ് പ്ലാൻ. അങ്ങനെ സപ്ലിമെന്റ് പ്ലാനുകളെല്ലാം എടുത്ത് തീർത്ത് വെച്ചിരിക്കുകയാണ് മിക്കവാറുള്ള പഞ്ചായത്തുകളെല്ലാം 25. അപ്പം നമുക്ക് 25-26 ഒരു അഡീഷണൽ സപ്ലിമെന്ററി പ്ലാൻ എല്ലാ പഞ്ചായത്തിനും വാങ്ങിക്കേണ്ടി വരും. മാത്രമല്ല ഈ OB കൃത്യമായിട്ട് അൺസ്പെൻഡ് ബാലൻസ് കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് ഇതുവരെയുള്ള 24-25 വരെയുള്ള പ്ലാനിങ് പൂർത്തിയാക്കി അൺസ്പെൻഡ് ബാലൻസ് കൊണ്ടുവന്ന് നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ് അഡ്മിനിലൂടെ ആഡ് ചെയ്ത് ചെലവഴിക്കേണ്ടി വരും. പലിശയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലിശ നമ്മൾ 21-22 മുതൽ ഇതുവരെയുള്ള സമയത്ത് മുഴുവനും നമ്മൾ എന്ത് ചെയ്തു, മുഴുവനും നമ്മൾ ബേസിക് ഗ്രാൻറ്റിലാണ് ഉൾപ്പെടുത്തിയത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, 120% നമുക്ക് ചിലവഴിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ 20% എക്സ്ട്രാ ചിലവഴിക്കുന്നത് ഈ ബേസിക് നീഡ്സിന് വേണ്ടി ആകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞ ഈ ബേസിക് ഗ്രാൻറ്റിലേക്ക് ഉൾപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ അത് ഒരു മാസം ബേസിക് ആണെങ്കിൽ അടുത്ത മാസം ടൈഡിൽ അങ്ങനെ ഒരു 60:40 അതും ബാലൻസ് ചെയ്ത് പോകേണ്ടതാണ്. നമുക്ക് കാണാം, നമ്മൾ ഈ പിന്നെ ഇഗ്രാസറാൻ്റെ ഡാഷ്ബോർഡിൽ ലഭ്യമാകുന്ന അൺസ്പെൻഡ് ക്യാരി ഓവർ തുകയ്ക്കകത്ത് എന്തും കൂടെ കയറി വരുന്നുണ്ട്, ഈ പലിശ തുക വരുന്നുണ്ട്. പലിശ തുക മാത്രമല്ല, നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ അൺസ്പെൻഡ് ബാലൻസും ഉണ്ട്. അതും മാത്രമല്ല 21-22 മുതൽ 23-24 പല ഇപ്പോഴും ഉണ്ട്. പിന്നെ KWയിലും KSEBിലും അതുപോലെ GWD എല്ലാം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്പോസിറ്റ് ചെയ്ത് എല്ലാം എന്ത് സംഭവിച്ചു, ജലജീവ മിഷൻ ഏറ്റെടുത്ത് 40 ലക്ഷം 60 ലക്ഷം ഒക്കെ തിരികെ പഞ്ചായത്തിലേക്ക് വന്നു. പഞ്ചായത്ത് എന്ത് ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന് ഓൺ ഫണ്ടിൽ ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നു, അത് നെഫ്റ്റ് ചെയ്ത് പഞ്ചായത്തിൻ്റെ PFMS അക്കൗണ്ടിലേക്ക് ഇട്ടിരിക്കുന്നു. അത് ഒരു 5 പൈസ നമുക്ക് ചിലവഴിക്കാൻ കഴിയില്ല. അപ്പം മാക്സിമം നിങ്ങൾ ഇനി 26-27 ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഈ ഡിപ്പോസിറ്റ് വർക്ക് എന്ന് പറയുന്ന സാധനം ഈ ഗ്രാം സ്വരാജ് പോർട്ടലിൽ പറ്റില്ല. ഡിപ്പോസിറ്റ് വർക്ക് എന്തായിരുന്നാലും യൂട്ടിലൈസേഷൻ കഴിയുമ്പോൾ കുറച്ച് പൈസയെങ്കിലും ബാലൻസ് വരും. ആ പൈസ ഒരു തരത്തിൽ നമുക്ക് തിരിച്ച് ബജറ്റ് അലോക്കേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് മാർഗമില്ലാത്തത് കൊണ്ട് തന്നെ അത് ഡിപ്പോസിറ്റ് വർക്ക് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരു ഗതി ഇല്ലെങ്കിൽ മാത്രമേ ഡിപ്പോസിറ്റ് വർക്ക് എടുക്കാവൂ. കാരണം ഫണ്ട് പഞ്ചായത്തിന് നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ജലജീവ മിഷന് എടുത്തുകൊണ്ട് ഈ പറഞ്ഞ KW ഒക്കെ തിരികെ തന്നല്ലോ. ഈ തിരികെ തന്ന പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനുണ്ട് പഞ്ചായത്തുകളുടെ അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ ഓൺ ഫണ്ട്. ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ അൺസ്പെൻഡ് ബാലൻസ് ആയിട്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്ത് പൈസ ചെലവഴിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു മാർഗം സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ പറയുന്നത് നിലവിലുള്ള പ്ലാൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റാൻ കഴിയുള്ളൂ. 16th ഫിനാൻസ് കമ്മീഷൻ നമുക്ക് ഫണ്ട് ചെലവഴിക്കാനായിട്ട് കഴിയും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും പോയോ? പേരെങ്കിലും ഉണ്ടോ? ഞാൻ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ടോബി. നിലവിലത്തെ 15th ഫിനാൻസ് കമ്മീഷന്റെ ഇപ്പൊ പുതിയ നമ്മുടെ ഉത്തരവനുസരിച്ചുള്ള 4ാമത്തെ പാരഗ്രാഫ് അനുസരിച്ച് അൺസ്പെൻഡ് ബാലൻസിനും മറ്റും നമുക്ക് പദ്ധതി എടുക്കാമല്ലോ. അപ്പൊ നിലവിൽ ആ പുതിയ ഉത്തരവിന്റെ 4ാമത്തെ പാരഗ്രാഫ് പറയുന്നത് നമുക്ക് മറ്റേ പദ്ധതി എടുക്കാന്നാണല്ലോ. സെക്കൻഡ് ഫിഫ്റ്റീൻത്തില് ഒരു
ധനകാര്യ കമ്മീഷൻ നമ്മുടെ കയ്യിലുള്ള പദ്ധതിയിൽ നമ്മൾ അൺസ്പെൻഡ് ബാലൻസ് ആയിട്ടുള്ളതും ഈ പഴയ സ്പിൽ ഓവർ ചെയ്യപ്പെട്ട് ഒരിക്കൽ പോലും നടക്കപ്പെടാൻ പറ്റാത്ത പ്രൊജക്ടുകളുടെ എമൗണ്ട് നമുക്ക് വെച്ച് പുതിയ പദ്ധതി എടുക്കാൻ പറ്റുമോ? ഇല്ല സാറേ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈഗ്ര സ്വരാജ് പോർട്ടൽ വഴിയല്ലേ നമുക്ക് പദ്ധതി ചെലവഴിക്കാൻ പറ്റുള്ളൂ. ഫണ്ട് ചെലവഴിക്കണം ഈഗ്ര സ്വരാജ് പോർട്ടൽ കൊണ്ടുവന്നെങ്കിലേ അതിൽ പ്ലാൻ ചെയ്യാൻ കഴിയില്ല. ഇല്ല. അപ്പൊ ആ 4ാമത്തെ പാരഗ്രാഫ് പ്രകാരം എടുക്കാവുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? 15 ധനകാര്യ കമ്മീഷൻ ഇതിനകത്ത് ചെലവഴിക്കാൻ ബാക്കിയുള്ള തുകയ്ക്ക് സ്പിൽ ഓവർ പ്രോജക്റ്റുകൾ, ബഹുവർഷ പ്രോജക്റ്റുകൾ ഈ വർഷത്തെ വിഹിതം വകയിരുത്തൽ. അതൊന്ന് പറഞ്ഞ സാറേ, നിലവിൽ നമ്മൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഉണ്ടല്ലോ, ഓൺ ഗോയിങ്, അതായത് 21-22 മുതൽ 25-26 വരെയുള്ള ആക്ടിവിറ്റികൾ ഓൺ ഗോയിങ് ആണ്. നടന്നു വരും. അതെ, അപ്പൊ അതെ, ആ ഓൺ ഗോയിങ് ആയിട്ട് ഇപ്പൊ എനിക്ക് 22-23 ഒരു റോഡ് വർക്ക് ഉണ്ട്. അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. അത് ഈ സുലേഖയിലെ സ്പിൽ ഓവർ ആയിട്ട് 26 ഉണ്ട്. അത് ജിയോ ടാഗ് ചെയ്തിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചെയ്യാം. അതിന് ഫണ്ട് ചെലവഴിക്കുന്നതിന് തടസ്സമില്ല. ഒരു സംശയം, പുതിയ പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് 15ാം ധനകാര്യ കമ്മീഷൻ മാനദണ്ഡ പ്രകാരമുള്ള പുതിയ പ്രൊജക്ടുകൾ എന്നിവ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണെന്ന് വ്യക്തമാക്കുന്നു പറയുന്നുണ്ട്. അപ്പം സ്പിൽ ഓവർ ആണ് ആദ്യത്തെ കാറ്റഗറി. ഓക്കെ, രണ്ട് പുതിയ പദ്ധതികൾ എടുക്കാന്ന് പറയുന്നുണ്ടല്ലോ. അത് ഏത് കാറ്റഗറിയാണ് പുതിയ പദ്ധതി? കാരണം ഫിനാൻഷ്യൽ ഇയർ ആയപ്പോ പുതിയ പദ്ധതിയാണല്ലോ. 4 അല്ലേ സാർ ഉദ്ദേശിച്ചേ? അതെ, 4 ലാസ്റ്റ് പാരഗ്രാഫ്. 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിനകത്ത് പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാവുന്നതാണ്. അതെ, ആ പുതിയ പദ്ധതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ സംശയം. അത് മാനദണ്ഡ പ്രകാരമുള്ള പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രോജക്റ്റുകളെന്ന് ഉദ്ദേശിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംശയം എന്താണെന്നറിയോ? നമ്മുടെ ഇപ്പം ജില്ലാ പഞ്ചായത്ത് തൃശ്ശൂര് ഏറ്റെടുത്ത പദ്ധതിയിൽ ഓൺ ഗോയിങ് ആവുകയും എന്നാൽ പല കാലഘട്ടങ്ങളിലായിട്ട് ഉപേക്ഷിച്ചിട്ടുള്ള പദ്ധതികളുണ്ട്. എന്റെ സംശയം, ആ തുകയ്ക്ക് നമുക്ക് പുതിയ പദ്ധതികൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. അപ്പോഴും അല്ല, അബാൻഡൻ ആക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ പ്ലാൻ എടുക്കാതെ പറ്റില്ല സാറേ. അവിടെ ഈഗ്ര സ്വരാജ് പോർട്ടലിൽ പുതിയ പ്ലാൻ എടുക്കാതെ പറ്റില്ല. അതെ തന്നെ. അപ്പൊ ഈ ഉത്തരവാദിത്വം ഞങ്ങളുടെ സംശയം എന്തായിരുന്നറിയോ? നമുക്ക് അങ്ങനെയുള്ള അൺസ്പെൻഡ് ബാലൻസും ഇതുപോലെ സ്ക്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള പദ്ധതികളിലെയും നമ്മുടെ അൺസ്പെൻഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന തുക വെച്ചിട്ട് പുതിയ പദ്ധതി എടുക്കാമെന്നാണ് നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായത്. ഈ ഗ്രാമസ്വരാജ് പെർമിഷൻ തന്നാ മതി. അതെ. അപ്പോൾ ഒരു സംശയം, ഈ തമിഴ്നാട് കർണാടകയും ആ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവർക്ക് OB ആയിട്ട് ഇട്ട് കൊടുത്തു. OB അതായത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ടൈഡ് ഗ്രാൻഡിലും അൺടൈഡിലും ചേർത്തു. അങ്ങനെ ചേർത്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരം. കാരണം അതാകുമ്പോൾ കൃത്യമാവും. അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ കൃത്യമായി ₹30 ലക്ഷം ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി 30 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. അപ്പൊ അൺസ്പെൻഡ് ബാലൻസ് 30 ലക്ഷമാണ്. ഈ 30 ലക്ഷം രൂപ ഞാൻ സ്റ്റേറ്റ് അഡ്മിനിൽ നിന്ന് ബജറ്റ് അലോക്കേഷൻ അവർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈഡ് വീണ്ടും 60:40 ആയിട്ട് സോഫ്റ്റ്വെയർ ഡിവൈഡ് ചെയ്യും. അത് തെറ്റല്ലേ? അപ്പൊ അത് ആ ടൈഡ് ഗ്രാന്റ് തന്നെ വീണ്ടും അൺടൈഡും ടൈഡും ആക്കി ഡിവൈഡ് ചെയ്യും. 30 വീണ്ടും 60:40 ആക്കും. അത് പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അവര് ഞാനിത് ചോദിച്ചപ്പോൾ അവര് ഈ അൺസ്പെൻഡ് ബാലൻസ് അങ്ങനെ ചേർത്ത് കൊടുക്കാനാ പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞ 60:40 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വ്യത്യാസം വരത്തില്ല എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചിരിച്ചിട്ടങ്ങ് പോയത്. അവര് ശരിക്കും പറഞ്ഞ 15th ഫിനാൻസ് കമ്മീഷന്റെ എക്സ്പെൻഡിച്ചർ ആവുന്നത് നോക്കുന്നത്. അതിലെ ടൈഡിന്റെ ചെലവ്, ബേസിക്കിന്റെ പിന്നെ നമുക്കൊരു വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ നമ്മളെ പെർമിഷൻ സീക്ക് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അല്ലേ? അതെ, അത് സാറിനോട് പറഞ്ഞു. ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ടെക്കപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബാലൻസ് തുക നമുക്ക് ചെലവഴിക്കാനായിട്ട് കഴിയുള്ളൂ.
അതായത് നിലവിൽ 15 ഫിനാൻസ് കമ്മീഷനെ നമ്മൾ തൊടാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും? അതെ അതെ, തൊടാൻ പറ്റത്തില്ല. ഈവൻ സ്ക്രാപ്പ് ചെയ്തിട്ടുള്ള പ്രൊജക്ട് ആണെങ്കിലും നമ്മൾ നിർബന്ധപൂർവ്വം അവനെ സ്പിൽ ഓവർ ചെയ്യണം. അതെ സാർ, എന്താ പറയുക, സ്പില്ലോ ഇപ്പൊ നമ്മളൊരു 5th സപ്ലിമെന്ററി പ്ലാൻ ഒരു പഞ്ചായത്തിന് നേടി കൊടുത്താലും അവർക്ക് പറഞ്ഞാൽ അവരുടെ ടോട്ടൽ അവരുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളുടെ ടോട്ടൽ അലോക്മെന്റിംഗ് ലെവലിലായല്ല. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അബാൻഡൻ ചെയ്യേണ്ടതാണ്. അബാൻഡൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തൊടാതിരിക്കണം. അങ്ങനെ തൊടാതിരിക്കില്ല, അണ്ടർ പെർഫോമിംഗ് ആയിട്ട് പോകണമായിരുന്നു. അണ്ടർ പെർഫോമിംഗ് ആയിട്ട് പോകണം. അണ്ടർ പെർഫോമിംഗ് ആയിട്ട് പോയിട്ടുള്ള പഞ്ചായത്തിന് മാത്രമായിട്ട് ഈ പറഞ്ഞ സപ്ലിമെന്ററി പ്ലാൻ എടുക്കാനും കഴിയും, ചെലവഴിക്കാനും കഴിയും. അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതായത് പറഞ്ഞ 10% താഴെ പറ്റും. അപ്പൊ നമുക്കപ്പോ ആക്ച്വലി ഇതിനകത്ത് ഇങ്ങനെ ഒരു വേ ഔട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ലെ? അത് കത്ത് കൊടുത്ത് ഇടപെടൽ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്ത കണക്കാണ് ഇത്രയും കണക്ക്. അറിയാം, ഞങ്ങളുടെ ഫണ്ട്, അതാണ് ചോദിച്ചത്. എങ്ങനെയാണ് ചെലവഴിക്കണമെന്ന് നമുക്കറിയണമല്ലോ. അറിയാം, അവിടുത്തെ ഒരു അറിയാം സാർ. ഓക്കെ, ശരി. ഓക്കെ സാർ, നമസ്കാരം. ഞാൻ വയനാട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആണ്. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട് സാറേ. യെസ്. നമ്പർ 1, ഒന്നാമത്തേത്, നമുക്ക് ഈ വർഷേ ഈ ട്രേഡ് ഫണ്ട് വന്ന സമയത്ത് 25-26 ഒന്നാം ഗഡു ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ക്യാഷ് ബുക്കിൽ നമുക്ക് വരവ് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത് കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ള എമൗണ്ട് ആണ് അവര് പിന്നെ MOPR റീ അലോക്കേഷൻ നടത്തിയത്. അപ്പൊ ഈ വിഷയം നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഒരു സൊല്യൂഷൻ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാനുണ്ട്. അതായത് മാർച്ച് മാസത്തിൽ നമുക്ക് അലോട്ട്മെന്റ് വന്നു, ട്രഷറിയിലെ വാംസ് ക്ലിയറൻസിന്